തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഈ മെസ്സേജ് കേൾക്കാതെ പോകരുത്. ഞാൻ ഇത് തുടക്കത്തിൽ പറയുകയാണ്. ഈ സാക്ഷ്യം കേൾക്കാതെ നിങ്ങൾ പോകരുത്. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തും. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റുക തന്നെ ചെയ്യും. ഒരു പൊന്ന് തീയിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ നിങ്ങൾ ഈ ദിവസങ്ങൾ പുറത്തു വരും. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങൾ, വ്യത്യസ്ത തുറകളിലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനിൽ ബെന്നീസ് അവറുകൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനിൽ ബെന്നീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടും പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദൈവദാസന് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെയൊക്കെ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് പാസ്റ്റർ അനിൽ ബെന്നീസ് എന്നാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്തിന് അടുത്തുള്ള പേരൂർക്കട അടുത്തുള്ള കരകുളം പഞ്ചായത്തിന്റെ അകത്താണ് താമസിക്കുന്നത്. ആ പ്രദേശത്ത് കഴിഞ്ഞ 16 വർഷത്തിലധികമായി താമസിച്ച് സ്വന്തം ഭവനം വെച്ച് അവിടെ നിന്ന് ദൈവവേല ചെയ്യുകയാണ്. ഭാര്യ ഗീത ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു. 2 മക്കളുണ്ട്. അരവിന്ദ് ജി അനിൽ ജർമ്മനിയിൽ മ്യൂണിക്കിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ആരതി ജി അനിൽ ബെർലിനിലെ ഉപരിപഠനത്തിനായിട്ട് പോയിരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായി ദേശത്ത് ദൈവവേല ചെയ്ത് ജീവിക്കുകയാണ്. ഇന്ന് ഈ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടിവിയിലൂടെ എന്റെ ഒരു സാക്ഷ്യത്തെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ദാനിയേൽ ജോണിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന നിലവാരത്തിലാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ ഒരു യോഗ്യതയും ഉണ്ടാകേണ്ടുന്ന വ്യക്തിയല്ല ഞാൻ. കാരണം ഈ ലോകത്ത് നിന്ന് എന്നെ മൺമറഞ്ഞു പോകേണ്ട ഒരു വ്യക്തിയായിട്ട് ഇന്നേക്ക് ഏകദേശം 17 വർഷങ്ങൾക്ക് മുന്നമേ ഒരു മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കേണ്ട സ്ഥലത്ത് നിന്നും ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. അവന്റെ വേലയ്ക്കായി ഈ കഴിഞ്ഞ 17 വർഷത്തിലധികമായും നിർത്തിയിരിക്കുന്നു. എന്റെ പേര് പാസ്റ്റർ അനിൽ ബെന്നീസ് എന്നാണ്. എന്നെ ഒത്തിരി പേര് അറിയുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവർ കാണാം. എങ്കിലും സദയം ക്ഷമിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ സാക്ഷ്യം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ ഒരു പൊതു സമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കുന്നത്. എന്റെ സ്വദേശം തിരുവനന്തപുരത്ത് പേരൂർക്കടയ്ക്ക് അടുത്താണ്. ഞാൻ അവിടെയാണ് കഴിഞ്ഞ 17 വർഷത്തിലധികമായി സ്വന്തമായി ഒരു ഭവനം വെച്ച് താമസിച്ച് ദൈവവേല ചെയ്തു വരുന്നു. എനിക്ക് ഭാര്യ ഗീത സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. 2 മക്കളുണ്ട്. മകന്റെ പേര് അരവിന്ദ് ജി അനിൽ എന്നാണ്. 27 വയസ്സ് കഴിഞ്ഞു. അവൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ആരതി ജി അനിൽ 25 വയസ്സ് കഴിഞ്ഞ് അവൾ ബെർലിനിലെ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സന്തുഷ്ട കുടുംബമാണ്. ഒരിക്കലും യേശുവിനെ അറിയാൻ ഒരു ചാൻസും ഇല്ലാതെ ഈ കുടുംബം തകർന്ന് തരിപ്പണമാകി പോകേണ്ട സ്ഥലത്ത് നിന്ന് കരുണാസമ്പന്നനായ ദൈവം അവന്റെ കരുണ നിമിത്തം എന്നെ വിളിച്ചു വേർതിരിച്ചു. എന്റെ കുടുംബത്തെ വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഒരു കാര്യം മറന്നു പോകരുത്, ജീവിക്കുന്ന ദൈവം ഇന്നുമുണ്ട്. അവന്റെ പേര് നസ്രയനായ യേശു എന്നാണ്. ആ യേശുവിനെ ഉയർത്തുക എന്നുള്ളത്
അത് ദൈവത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം മാത്രമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവ സ്നേഹമായ യേശുവിന്റെ സ്നേഹം എന്റെ കുടുംബത്തിലും ഏകദേശം 17 വർഷത്തിന് മുമ്പ് ഒരു അർദ്ധരാത്രിയിൽ കടന്നു വന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലും ആരോമ ടിവിയുടെ വ്യൂവേഴ്സിന്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യമായി നിൽക്കുന്നത്. അതിനെല്ലാം മഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ വചനത്തിലൂടെ ഒത്തിരി പ്രസംഗിക്കാൻ പറ്റും. 66 പുസ്തകത്തിനകത്ത് ആയിരക്കണക്കിന് മെസ്സേജുകൾ നമുക്ക് പറയുവാൻ കഴിയും. പക്ഷെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആളുടെ സാക്ഷ്യം അദ്ദേഹത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രി എവിടെ ഇരുന്ന് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ഒരു രൂപാന്തരം സംഭവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ വിടുവിച്ച ദൈവം, എന്റെ കുടുംബത്തെ രക്ഷിച്ച ദൈവം, ഇരുട്ടിൽ നിന്നും അത്ഭുതമായ പ്രകാശത്തിലേക്ക് എന്നെ വഴി നടത്തിയ ദൈവത്തിന്റെ മുമ്പിലേക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ സാക്ഷ്യം ഒരിക്കലും എന്നെ ഉയർത്താനല്ല, അല്ലെങ്കിൽ ഇത് പാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കുന്ന ദാനിയേൽ ജോൺ പാസ്റ്ററിനെ ഉയർത്താനല്ല, യേശുവിനെ ഉയർത്താനാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിനെയും അവന്റെ വചനത്തെയും അവന്റെ സുവിശേഷീകരണത്തെ ഉയർത്താൻ വേണ്ടി മാത്രം തന്നെയാണ് എന്റെ സാക്ഷ്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രവിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന നിലവാരത്തിലാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെറുബാല്യം മുതലേ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ അമ്മയുടെ സ്വദേശം നാഗർകോവിൽ അടുത്തുള്ള കളീക്കവിളയ്ക്കും ഇടയ്ക്കുള്ള കുഴുത്തറ എന്ന സ്ഥലത്താണ് എന്റെ അമ്മയുടെ സ്വദേശം. എന്റെ അപ്പന്റെ സ്വദേശം ബാലരാമപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. എന്റെ അപ്പന് BSNL അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഇന്ന് BSNL ആണ്, മുമ്പ് അത് പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്ന PND ഡിപ്പാർട്ട്മെന്റിലെ ജോലിയായിരുന്നു. 1970 കോയമ്പത്തൂർ, സേലം, ഈറോഡ് ഈ പ്രദേശങ്ങളിലാണ് എന്റെ അപ്പൻ ജോലി അനുഷ്ഠിച്ചു വന്നത്. എന്റെ അമ്മയെ അവിടെ വെച്ച് കാണുകയും അങ്ങനെ എന്റെ അമ്മയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഈറോഡ് വെച്ച് എനിക്ക് ജന്മം തരുവാൻ ഇടയെ തുടർന്നു. അങ്ങനെ ഞാൻ ഈറോഡിൽ തന്നെയാണ് ജനിച്ചതും അവിടെ തന്നെയാണ് വളർന്നതും. പക്ഷേ എന്റെ അപ്പന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ആയി തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓട്ടോമാറ്റിക്കലായിട്ട് തിരുവനന്തപുരത്ത് വന്ന് വരികയും അപ്പന്റെ സ്വദേശമായ ബാലരാമപുരത്ത് അധിവസിക്കുകയും ചെയ്യും. അതിനുശേഷം എനിക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. അങ്ങനെ ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു കുടുംബം സന്തോഷകരമായി ജീവിതം നയിച്ചു പോരുകയായിരുന്നു. അവിടെ ഞങ്ങളുടെ ബന്ധുക്കൾ പലരും നാമധേയ ക്രിസ്ത്യാനികളാണ്. പലരും CPM-ൽ പോകുന്നവരുണ്ട്, കാത്തലിക്കിൽ പോകുന്നവരുണ്ട്, CSC പോകുന്നവരുണ്ട്. പക്ഷെ അവരാരും യേശുവിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞില്ല. എന്റെ അപ്പൻ ഒരു മദ്യപാനിയായിരുന്നു. ടെലികമ്മ്യൂണിക്കേഷനിൽ ജോലി ഉള്ളപ്പോൾ തന്നെ ഒരു മദ്യപാനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബം ഒരു വികൃതമായ കുടുംബമായിരുന്നു. എല്ലാ ദിവസവും മദ്യപിച്ച് എന്റെ ഭവനത്തിൽ വന്ന് എന്റെ അപ്പൻ എന്റെ അമ്മയെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് ചെറുബാല്യം മുതൽ ഞങ്ങൾ 4 പേരും കണ്ടു വളർന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖമോ ഒരു സൗകര്യമോ ഒന്നും അനുഭവിക്കാതെയാണ് ജീവിച്ചത്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പേരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, നല്ല നാളുകൾ വരുമ്പോൾ, ക്രിസ്മസ്, ഓണം ഇങ്ങനത്തെ നല്ല നാളുകൾ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഒരു ദുഃഖഭവനമായി മാറും. കാരണം ഞങ്ങളുടെ അപ്പൻ മദ്യപിച്ച് മതോമത്തനായി വന്ന് രാത്രികളിൽ എന്റെ അമ്മയെ മൃഗീയമായി അടിക്കുകയും ആ അടി കൊണ്ട് എന്റെ അമ്മ അർത്ഥപ്രാണയായി കിടക്കുമ്പോൾ പട്ടിക്കുട്ടികളുടെ അടുക്കൽ പട്ടിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നത് പോലെ ഞങ്ങൾ 4 പേരും അമ്മയുടെ മാറത്ത് ചേർന്ന് കിടന്ന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇരുട്ടുമൂടിയ അവസ്ഥയിലാണ്. ആ തൊട്ടടുത്ത് കിടന്നവരും ബന്ധുക്കൾ ആരും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നോ, ആ യേശു നിങ്ങളെ വിടുവിക്കുന്നുണ്ടെന്നോ, ആ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ആരും ഒരു സുവിശേഷം ഞങ്ങളോട് പറഞ്ഞില്ല. കേട്ടവരാരും മറ്റുള്ളവരോട് ആ സുവിശേഷം അറിയിക്കാൻ താല്പര്യപ്പെട്ടതുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബം ഇരുട്ട് ബാധിച്ച ഒരു കുടുംബം തന്നെയായിരുന്നു. ദേശത്ത് 7 മണി കഴിഞ്ഞാൽ എന്റെ വീട്ടിന്റെ അലർച്ച നാട്ടുകാർ കേട്ട് നാട്ടുകാർക്ക് പോലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന നിലവാരത്തിലായിരുന്നു എന്റെ കുടുംബ ജീവിതം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം അങ്ങനെ ഒരു തകർന്നും ആടിയും ഉലഞ്ഞ നിലവാരത്തിൽ. അതുകൊണ്ട് തന്നെ ചെറുബാല്യം മുതലേ ഞങ്ങൾക്ക് എല്ലാത്തിനോടും വിരസത ഉണ്ടായിരുന്നു. എല്ലാവരെയും അപകർഷബോധത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു സന്തോഷമോ ഒരു നല്ല സുദിനമോ ഞങ്ങൾക്ക് ഇല്ലാതിരിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടതകൾ,
നിന്ദകൾ, പരിഹാസങ്ങൾ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ദിനംപ്രതി വരികയും ഞങ്ങളുടെ അപ്പൻ രാത്രിയിൽ അമ്മയെ അടിക്കും, അതിനുശേഷം ഞങ്ങളെ അടിക്കും. ഏറ്റവും കൂടുതൽ എന്റെ അപ്പന്റെ അടി മേടിച്ച ആളാണ് ഞാൻ. 18 വയസ്സ് വരെ എന്റെ അപ്പന്റെ അടി എന്റെ ശരീരത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയവനാണ്. എന്നെ മരത്തിൽ 18 വയസ്സ് വരെ കെട്ടിവെച്ച് എന്നെ മൃഗീയമായി അടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു അപ്പന. ഇന്ന് എന്റെ അപ്പന്റെ പേരിൽ അനിൽ ബെന്നീസ് എന്നുള്ള എന്റെ അപ്പന്റെ പേരാണ്. ഇന്ന് എന്റെ അപ്പന്റെ പേരിൽ ഏകദേശം 10-15 രാജ്യത്തിൽ എന്നെ അറിയുവാൻ ദൈവം കൃപ ഒരുക്കി. സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവർ എത്ര മോശം കാലാവസ്ഥയിലൂടെ നമ്മളെ കടത്തിവിട്ടാലും അവരെ ബഹുമാനിക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഈ ചെറുബാല്യത്തിൽ എന്റെ കുടുംബത്തിൽ വന്ന ഈ ഇരുട്ടുമൂടിയ അവസ്ഥകളിൽ നിന്നും നമുക്കൊരു മോചനം വേണമെന്ന് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ അമ്മ പലപ്പോഴും പറയത്തുണ്ട്, എന്നെയും എന്റെ സഹോദരങ്ങളെ കൊണ്ട് റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ കിണറ്റിൽ കൊണ്ട് തള്ളിയിട്ടിട്ടോ വിഷം കൊടുത്ത് മരിപ്പിക്കാനൊക്കെ എന്റെ അമ്മ ചെറുബാല്യത്തിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത്രയും മൃഗീയമായിട്ടായിരുന്നു എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്റെ കുടുംബത്തിന്റെ സമസ്ത മേഖലകളെയും മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അതിന് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഹല്ലേലൂയ. എന്റെ അപ്പൻ തുടർമാനമായ മദ്യപാനമൊക്കെ ആയിരുന്നു. പക്ഷെ അവസാന കാലഘട്ടങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ അവസാന മേഖലകളിൽ ദൈവം അദ്ദേഹത്തെ തൊട്ടു. ആ ദൈവം തൊട്ട മാത്രയിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അസമാധാനം ഉണ്ടായിരുന്ന കുടുംബത്തിനകത്ത് സമാധാനം വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ വീട്ടിനടുക്കൽ ഒരു CSI ചർച്ച ഉണ്ടായിരുന്നു. അവിടെ ഒരു 3 ദിവസത്തെ കൺവെൻഷൻ വെച്ചു. ആ കൺവെൻഷന് നിർബന്ധപൂർവം ഞങ്ങളുടെ അച്ഛനെ അവിടുത്തെ പള്ളിയിലെ ഫാദറെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ പോയി അങ്ങനെ ആ മീറ്റിങ്ങിൽ വെച്ച് എന്റെ അപ്പൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആ സമയത്ത് എനിക്ക് ഏകദേശം 14-15 വയസ്സേ ഉള്ളൂ. പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ ഈ ക്രിസ്തീയ മാർഗത്തിലല്ല ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു ഹിന്ദു മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്റെ അപ്പൻ യേശുവിനെ അറിഞ്ഞിട്ട് പോലും ഞങ്ങൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം എന്ന് ചോദിച്ചാൽ യേശുവിനെ അറിഞ്ഞിട്ടും എന്റെ വീട്ടിന്റെ സ്ഥിതികൾക്ക് ഒരു മാറ്റം വരാതിരുന്നു. ആ സമയത്ത് എന്റെ അപ്പനെ പരിപൂർണമായി യേശു തൊടുവാൻ ഇടയായി. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഏകദേശം 15-16 വയസ്സിൽ എന്റെ അപ്പൻ സാക്ഷ്യം ഇതുപോലെ ചർച്ചിനകത്ത് പറയുമ്പോൾ എന്റെ അച്ഛൻ പാടിയൊരു പാട്ടുണ്ട്, ഓടിവാ കൃപയാം നദിയരികിൽ നിന്റെ മലിനത നീക്കാൻ പാപി ഓടിവാ കൃപയാം നദിയരികിൽ. ഈ പാട്ട് പാടി എന്റെ അപ്പൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഏകദേശം 18 വയസ്സുള്ളപ്പോൾ എന്റെ അപ്പൻ ഹല്ലേലൂയ ഏകദേശം 17 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആമവാദം അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രോക്ക് പോലെ ഒരു വാദം അസുഖം വന്ന് വീട്ടിൽ ബെഡ്റിഡനായി 1.5 വർഷത്തോളം കിടന്ന് ഏകദേശം എന്റെ 18.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ അപ്പൻ ഇഹലോകവാസം വെടിഞ്ഞു, നിത്യതയിലേക്ക് പ്രവേശിച്ചു. അന്ന് ആ സമയത്ത് എന്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് ഒരു TPM വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് TPMലുള്ള ഏകദേശം 10-50 വിശുദ്ധന്മാരുടെ നടുവിൽ നിന്ന് ആ ശുശ്രൂഷകളൊക്കെ ചെയ്ത് എന്റെ അപ്പന്റെ മരണം കഴിഞ്ഞു. ഞാനൊന്ന് കോളേജിൽ പഠിക്കുകയായിരുന്നു. പഠനകാലത്ത് ഞാൻ പ്രീ ഡിഗ്രി 2nd ഇയർ പഠിക്കുന്ന സമയത്താണ് എന്റെ അപ്പന്റെ മരണം. എന്റെ സഹോദരങ്ങൾ എന്റെ താഴെയാണ്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഏകദേശം പ്രായമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ 18 വയസ്സ് കഴിഞ്ഞ സമയത്ത് എന്റെ അപ്പന്റെ മരണം. അങ്ങനെ എന്റെ അപ്പന്റെ ജോലി, ആ ഡെത്ത് വാക്കൻസി, കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ജോലി എനിക്ക് ടെലികമ്മ്യൂണിക്കേഷനിൽ കിട്ടുവാൻ ഇടയായി തീർന്നു. എന്റെ അമ്മയ്ക്ക് ലഭിച്ചാൽ ചിലപ്പോൾ ഒരു പിയൂണിന്റെ ജോലി ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഓഫീസർമാർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകന് കൊടുത്താൽ ചിലപ്പോൾ ഭാവി നന്നായി തീരും. പക്ഷെ അവിടെ വെച്ചാണ് എനിക്കൊരു ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. സ്തോത്രം. ചെറുബാല്യത്തില് എനിക്ക് ജോലി കിട്ടി. ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന ഏകദേശം 16-17 വയസ്സായപ്പോൾ ഞാൻ ആ സംഘടനയിൽ ആക്റ്റീവായി സജീവമായി ആ സംഘടനയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ മനഃപൂർവ്വമായി സ്വമേധയാ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ ദേശത്ത് അനേകം ദൈവദാസന്മാർ വന്ന് സുവിശേഷം അറിയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നിൽക്കുന്ന സംഘടനയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ദേശത്ത് നമ്മുടെ പഞ്ചായത്തുകളിൽ വന്ന് അന്നത്തെ കാലത്തിൽ ഈ തോളിലൂടെ ഒരു മൈക്ക് ഇങ്ങനെ കെട്ടി ഒരു ഗ്രാമഫോൺ പോലെ വെച്ച സുവിശേഷം പറയുന്നത്. ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന JC പാറക്കടവിൽ എന്ന് പറയുന്ന അഭിഷിക്തനൊക്കെ അന്ന് ആ കാലത്ത് ഞങ്ങളുടെ ദേശങ്ങളിൽ വരുമായിരുന്നു. അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ ഞങ്ങളുടെ ദേശത്ത് വരികയും സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിനെല്ലാം ബലാത്കാരമായി തന്നെ എതിർക്കുക പതിവായിരുന്നു. ഞാനും എന്റെ അനുചരം അതൊരു ഒരു ഗുണ്ടാ ലെവലിൽ തന്നെ ഞങ്ങളുടെ ദേശത്ത് ഒരു ദൈവദാസന്മാർ വരുവാൻ പാടില്ല, സുവിശേഷം അറിയിക്കാൻ പാടില്ല, ആ സുവിശേഷം ഞങ്ങൾക്ക് കേൾക്കണ്ട. കാരണം ഞാൻ എന്റെ അപ്പൻ അറിഞ്ഞ യേശുവിനെ, എന്റെ അപ്പൻ യേശുവിനെ അറിഞ്ഞ് ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്റെ അപ്പനെ സൗഖ്യമാക്കാത്ത ഒരു ദൈവം ഈ ലോകത്തില്ല. അതുകൊണ്ട് ആ യേശുവിൻ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞ് വരുന്ന ഓരോ ദൈവദാസന്മാരെയും
വളരെ നല്ല രീതിയിൽ തന്നെ ആക്രമിക്കുകയും അവരെ കല്ലെറിഞ്ഞ് ഓട്ടിക്കുകയും അവരുടെ ട്രാക്റ്റുകൾ വലിച്ചു കീറുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ആ ദേശത്ത് സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കാൻ അനുവദിക്കാതെ ഞങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുമിച്ച് അതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും അടികൊണ്ടും ബൈബിളിനൊക്കെ എടുത്തോണ്ട് ഓടുമ്പോഴും അവർ പറയുന്ന ഒരു പദമുണ്ടായിരുന്നു. അന്ന് ഞാൻ അത് കേട്ട് വെറുതെ കളഞ്ഞു. പക്ഷെ ഇന്ന് അത് ഓർമ്മിക്കുമ്പോൾ ദൈവം എത്ര വലിയവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് അവർ എടുത്തോണ്ട് പോകുന്ന സമയത്ത് ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദാനിയേൽ ജോൺ പാസ്റ്ററിനെ പോലത്തെ അനേകം ദൈവദാസന്മാര് അവർ പോകുന്ന സമയത്ത് പറയുന്ന ഒരു പദമുണ്ട്, നിന്നെ ദൈവം ഒരു ദിവസം പിടിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു നിന്നെ ഒരു ദിവസം സന്ദർശിക്കും. അന്നൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നു, ഏത് യേശു, എവിടത്തെ യേശു, ഓറ എന്നൊക്കെ ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ വളരെ ലാഘവത്തോടെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ എന്റെ ദേശത്ത് ഒരു വ്യക്തി പോലും സുവിശേഷം അറിയിക്കാൻ വരത്തില്ല. അഥവാ വരുന്നെങ്കിൽ ഞാൻ ആ സ്ഥലത്തുണ്ടോ എന്ന് എൻക്വയറി ചെയ്തിട്ടായിരിക്കും അവർ വരുന്നത്. രഹസ്യമായിട്ട് വന്ന് സുവിശേഷത്തിന്റെ ട്രാക്റ്റുകൾ കൊടുത്ത് പെട്ടെന്ന് അവർ ഇവിടെ നിന്ന് ഓടുക പതിവുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സുവിശേഷ വിരോധിയായി അനേകം ദൈവദാസന്മാരെ ഓട്ടിക്കുകയും അടിക്കുകയും പല പ്രാവശ്യം ബൈബിൾ കത്തിക്കുകയും ചെയ്യുവാൻ ഇടയായിട്ടും പലരും വെല്ലുവിളിച്ചിട്ടുണ്ട്. ബൈബിൾ കത്തിച്ചാൽ ബാധയുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, വലിയ വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഏകദേശം 3 പ്രാവശ്യം 3 സ്ഥലത്ത് വെച്ച് ബൈബിൾ കത്തിക്കുവാൻ ഇടയായി. ഒരു പ്രാവശ്യം ക്ഷേത്രത്തിൽ പരിപാടിക്ക് വേണ്ടി കടന്നു പോകുമ്പോഴാണ് ഒരു അഭിഷേകൻ രാത്രി സുവിശേഷ യോഗം കഴിഞ്ഞ് കടന്നു വരുന്നത്. അന്നത്തെ കാലത്ത് ഈ കൊതുമ്പുണ്ട്, ചൂട്ട്, അത് കത്തിച്ചിങ്ങനെ വെച്ചിട്ട് രാത്രികൾ വരുന്നത്. ഞാൻ എതിരെ വരുന്ന ആളോട് ചോദിച്ചു, എവിടെ പോയിട്ട് വരുന്നു എന്ന് ചോദിച്ചു. അത് സുവിശേഷ യോഗത്തിന് പോയിട്ട് വരികയാണ്. ഞാൻ ഈ ബൈബിൾ വായിച്ച് അയാളുടെ കയ്യിൽ നിന്ന് ചൂട്ടെടുത്ത് വെച്ച് കത്തിച്ച് കണ്ടത്തിലേക്ക് എറിയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ ഭയങ്കര വിഷമത്തോടു കൂടി എന്നെ ഒരു വാക്കുപോലും ശപിക്കാതെ, നീ ബൈബിൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈബിൾ എടുത്ത് നീ ഉയർത്തി പ്രസംഗിച്ചിരിക്കും, ഞാൻ ചത്താലും ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും ഇത് സംഭവിക്കുമെന്ന് ഞാൻ ഇതാ പറയുന്നു എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ, എനിക്ക് ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞ് പോകുവാൻ ഇടയായിട്ടുണ്ട്. അല്ലാതെ 2 സ്ഥലത്ത് വെച്ച് ഇതുപോലെ കത്തിച്ചപ്പോൾ പോലീസുകാർ സ്വമേധ കേസെടുക്കാൻ വന്നപ്പോൾ ഈ കത്തിച്ച പാസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കേസില്ല, ഈ ദൈവദാസനെ, ഈ അന്ന് എന്നെ വിളിച്ച ദൈവദാസന ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തെ ഒരു ദൈവദാസനായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഒരു ദിവസം ഇദ്ദേഹത്തെ ദൈവം പിടിക്കും. ഞങ്ങൾ അറിഞ്ഞ ദൈവം, ഞങ്ങൾ സേവിക്കുന്ന യേശു, ഞങ്ങളെ പിടിച്ച യേശു ഒരു ദിവസം ഈ അനിലിനെ പിടിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ആ സമയത്തൊക്കെ വളരെ ദേഷ്യത്തോടെ പുച്ഛത്തോടെ ഇവരെയൊക്കെ ആട്ടിപ്പായിക്കുന്ന ഒരു രംഗം ഇപ്പോഴും ഞാൻ എന്റെ മുമ്പിൽ കാണുന്നുണ്ട്. കുറെ വർഷങ്ങൾ പുറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ, ഇന്ന് എനിക്ക് 53 വയസ്സായി, ഞാൻ പുറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയിൽ ചെകഞ്ഞെടുക്കുമ്പോൾ എന്നെ വിളിച്ച ദൈവം എത്ര വിശ്വസ്തനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ വാക്യങ്ങൾ പറയുന്നതിന്റെ കാരണം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറത്തില്ല, വഴിയറമ്പിൽ ഇട്ടേച്ച് പോകത്തില്ല. വിളിച്ച ദൈവം വിളിച്ച സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ അവൻ സർവശക്തനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു എന്ന് വളരെ വ്യക്തമായി യിരെമ്യാവ് 1:5 പറയുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ യേശു എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിക്രമങ്ങൾ കാണിക്കുമ്പോഴും, ഞാൻ അന്യായങ്ങൾ കാണിക്കുമ്പോഴും, ഞാൻ പ്രതികൂലമായി ദൈവദാസന്മാരെ അടിക്കുമ്പോഴും എനിക്കറിയത്തില്ല, എന്നെ ദൈവം ചൂണ്ടയ്ക്ക് പിടിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും ഈ ഭാഗത്ത് വരുമെന്നോ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷിയായി നിൽക്കുമെന്നോ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഒരു സുവിശേഷ വിരോധിയായി, ക്രിസ്തു മതത്തിന് എതിരായിട്ട്, ക്രിസ്ത്യാനിത്വം ഇന്ത്യയിൽ വേണ്ട, ഈ രാജ്യത്ത് നിന്നും എന്നേക്കുമായി തുടച്ച് നീക്കണം എന്നുള്ള മുദ്രാവാക്യം ഇന്നല്ല മുടങ്ങിയത്. ഏകദേശം 40 വർഷത്തിന് മുമ്പ്, ഏകദേശം 35-40 വർഷത്തിന് മുമ്പ് എന്റെ കൊച്ചു മനസ്സിൽ ഉണ്ടായിരുന്നു. കാരണം എന്റെ അകത്ത് നിറച്ചു വെച്ച ആ മതത്തിന്റെ തീവ്രത അത്രയും വലുതായിരുന്നു. പക്ഷേ ഞാന് ആ ചെറു ബാല്യത്തിൽ തന്നെ അപ്പന്റെ ജോലി കിട്ടി, ബാല്യത്തിൽ ജോലി കിട്ടി, കൈ നിറയെ പണയം കിട്ടി. അപ്പോഴത്തേക്കും എനിക്ക് എന്റേതായ ഒരു സാമ്രാജ്യം ഞാൻ കെട്ടിപ്പടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ജനിച്ച നാട്ടിൽ തന്നെ, എന്റെ നാട്ടിൽ തന്നെ ഞാൻ പല വിധത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. രാവിലെ 900 രൂപ കൊടുക്കും, വൈകുന്നേരം 1000 രൂപ മേടിക്കും. രാവിലെ 10,000 കൊടുക്കും, 11,000 12,000 തിരിച്ചു പിടിച്ചെടുക്കും. അങ്ങനെ വട്ടിപ്പലിശയ്ക്ക് പൈസ കൊടുക്കുകയും മാർവാടികളിൽ നിന്നും സേട്ടിന്റെ നിന്നൊക്കെ പണം ലക്ഷക്കണക്കിന് രൂപ എടുത്ത് എന്റെ ദേശത്ത് പലിശയ്ക്ക് കൊടുക്കുകയും അതിലൂടെ പണം സമ്പാദിക്കുകയും എന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുകയും അവൻ മ്ലേച്ഛത നീതികേട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ഞാൻ തന്നെ വലിയവൻ എന്നുള്ള ചിന്താഗതിയിൽ, ഞാൻ എന്ന ഭാവത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളുടെ ദൈവത്തിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് വ്യക്തമായിട്ടും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരിക്കൽ പോലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കത്തില്ല എന്ന്, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ
ഞാൻ യേശുവിനെ സ്വീകരിക്കത്തില്ലെന്ന് ഞാൻ വളരെ കർക്കശമായിട്ട് എന്റെ മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സേവിക്കുന്ന ഈ ദൈവത്തെ ഞാൻ സേവിക്കത്തില്ലെന്നും എന്റെ ബന്ധുക്കാരോട് ചർച്ചക്കാരോടൊക്കെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എന്റെ അപ്പന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്തിന്റെ മകളെ വിവാഹം കഴിക്കുവാൻ ഇടയായിത്തീർന്നത്. തിരുവനന്തപുരത്താണ് അവരുടെ സ്വദേശം, കിഴക്കേക്കോട്ടയിലാണ് അവർ താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന എന്റെ ഭാര്യയെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി, ഗീതയെ കാണുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഗീതയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ജീവിതത്തിൽ രണ്ടാമത്തെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം അതിസമ്പന്നമായ രീതിയിലുള്ള പണവരവ്, പലിശയ്ക്ക് പൈസ കൊടുത്ത് ഓരോ ദിവസവും കൈ നിറയെ സമ്പന്നമായ പണവും, അതിനനുസരിച്ച് കൂട്ടുകാരിൽ കൂടി മദ്യപാനവും മയക്കുമരുന്നും അതുപോലെ തന്നെ കഞ്ചാവും ഇതെല്ലാം ഇഞ്ചക്ട് ചെയ്ത് എന്റെ ശരീരം മുഴുവനും അങ്ങനെ സിറിഞ്ച് കയറ്റി എന്റെ ജീവിതം താളപ്പിഴയിലേക്ക് പോയി. തിരുവനന്തപുരത്ത് ഞാൻ ചേക്കേറുവാൻ ഇടയായിത്തീർന്നു. ഗ്രാമത്തിൽ നിന്നും തിരുവനന്തപുരം സിറ്റിയിലേക്ക് ഞാൻ താമസം മാറി. അവിടെ മാറിയപ്പോൾ എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും താളപ്പിഴ ഉണ്ടായി. ഭാര്യ വീട്ടുകാർക്ക് ഭയങ്കരമായ വിഷമമുണ്ടായി. കാരണം വിളിച്ച് നല്ല രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. ഒരു ടെലികമ്മ്യൂണിക്കേഷനിൽ ജോലിയുള്ള ഒരു വ്യക്തിയാണ്. മകൾ എഡ്യൂക്കേറ്റഡ് ആണ്. മകളെ നല്ലൊരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചെന്നുള്ള ഒരു നല്ല സമാധാനം മാതാപിതാക്കൾ അനുഭവിച്ചു വരികയും യാദൃച്ഛികവശാൽ ഞാൻ മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഇടയായിത്തീർന്നു. എന്റെ സമ്പന്നതയിൽ ഞാൻ മുഴുവൻ സമയം ജോലി കഴിഞ്ഞിട്ട് വന്ന് ഞാൻ മദ്യപിക്കുവാൻ ഇടയായിത്തീർന്നു. ബാറിൽ നിന്ന് രാത്രി 11 മണിക്കും 12 മണിക്കും പുറത്തു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്റെ കൂട്ടുകാരന്റെ അളിയന്റെ ബാറുകളാണ് തിരുവനന്തപുരത്ത് ഏകദേശം 6 എണ്ണം. അതിന്റെയൊക്കെ ഗുണ്ട സെറ്റപ്പിൽ ഞാൻ ആകുവാൻ ഇടയായിത്തീർന്നു. കാരണം ബാറിനകത്ത് വന്ന് വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കിയാൽ അവരെ കൈകാര്യം ചെയ്യുന്ന നിലവാരത്തിലൊക്കെ ഇന്ന് ഞാൻ ഇങ്ങനെയാണെങ്കിൽ അന്ന് എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. ഇന്ന് 53 വയസ്സായി, പക്ഷെ ഇന്നും ദൈവം വളരെ നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. അന്ന് അങ്ങനെ ആ ഗുണ്ട ലെവലിൽ തന്നെയാണ്. ജോലി കഴിയും, വൈകുന്നേരം പോകും, ബാറിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ അവനെയൊക്കെ കർക്കശമായി ഞങ്ങൾ നിലനിർത്തും. അതിനുശേഷം ഞങ്ങൾ മദ്യപിക്കും. ഞങ്ങൾ ആ ദേശത്ത് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പലരുടെയും പേര് പറയാൻ പറ്റത്തില്ല. പല പുറത്തുള്ള ഗുണ്ടകളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. കാരണം പണം കൂടുമ്പോൾ ബന്ധങ്ങൾ കൂടും, സുഹൃത്തുക്കൾ കൂടും, മദ്യപാനം കൂടും, അതിനനുസരിച്ചുള്ള അതിക്രമങ്ങളും അന്യായങ്ങളും കൂടും. ചിലതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ ഇന്ന് ഒരു കർത്താവിന്റെ ദാസനാണ്, ദൈവവചനം ശുശ്രൂഷിക്കുന്നവനാണ്. അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി എന്റെ സിറ്റിക്കകത്ത് ഞാൻ ആർത്ത് ഉല്ലസിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം. എന്റെ കുടുംബത്തിൽ സമാധാനമില്ല. എന്റെ ഭാര്യയെ എന്റെ അപ്പൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് മകനും ചെയ്യാൻ തുടങ്ങി. അപ്പൻ ചെയ്തു വന്ന കാര്യം മകനും ചെയ്യാൻ തുടങ്ങി. എന്റെ അമ്മയെ അപ്പൻ അടിക്കുന്നത് കണ്ട് വളർന്നവരാണ്. അന്ന് ഞാൻ എന്റെ ഭാര്യയെ അടിക്കത്തില്ല. പക്ഷെ എന്റെ മദ്യപാനവും എന്റെ മയക്കുമരുന്നും എന്റെ അനധികൃതമായിട്ടുള്ള ജീവിതശൈലിയും എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കി. എന്റെ കുടുംബത്തിൽ ഡെയിലി ഞാൻ കയറി വരും എന്റെ ഭാര്യയുടെ ഭവനത്തിൽ. എന്റെ ഭാര്യ എന്തെങ്കിലും പറയും, എനിക്ക് ദേഷ്യം വരും. മദ്യപിച്ച് വരുന്ന ഭർത്താവിനെ കണ്ട് സങ്കടം കൊണ്ട് വിളിച്ചു പറയുന്ന ഭാര്യയുടെ മുമ്പിൽ ഞാൻ നല്ല രീതിയിൽ അസഭ്യം പറയും, നല്ലതുപോലെ അടിക്കും, അവളെ ഇടിക്കും. അത് കണ്ട് സ്വന്തം അപ്പനും അമ്മയും ഭയങ്കര ഹൃദയവേദനയോടുകൂടി ആയിരുന്ന കാലഘട്ടങ്ങളുണ്ട്. ഇന്നും ഓർക്കുന്നുണ്ട്. എന്റെ ഭാര്യയുടെ പിതാവ് ഇന്ന് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് ഭാര്യയുടെ മാതാവുണ്ട്. അവർക്ക് 3 സഹോദരിമാരാണ്. 3 പേരും 3 തലങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പോ ഞങ്ങൾ മാത്രമാണ് അപ്പനും അമ്മയ്ക്കും ഒരു ആശ്രയമായി അവരുടെ കൂടെ താമസിക്കുന്നത്. അതിലുപരിയായി എനിക്ക് ആ സമയത്ത് തന്നെ എനിക്ക് 2 മക്കളുണ്ടായി. ഞാൻ നേരത്തെ നിങ്ങളോട് പ്രകടിപ്പിച്ചതുപോലെ അരവിന്ദും ആരതിയും, വീട്ടിൽ ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടി എന്നാണ് വിളിക്കുന്നത്. എന്റെ 2 മക്കൾ, കൊച്ചുമക്കൾ അവർക്കുള്ളത് കൊണ്ട് അവരും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ എല്ലാ രാത്രിയിലും മദ്യപിച്ച് വന്നിട്ട് സ്വന്തം മകളെ എടുത്തുവെച്ച് അടിക്കുന്നത് കാണുമ്പോൾ ഏതൊരു പിതാവിനും മാതാവിനും വളരെ വിഷമം ഉണ്ടാകും. എന്റെ ഭാര്യ പലപ്പോഴും ഇടികൊണ്ട് ജന്നി പിടിച്ച് ബോധം കെട്ടൊക്കെ നിന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പോയി ആയോധന കല പഠിച്ച സ്ഥലത്തൊക്കെ മർമ്മം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്റെ ഓരോ അടികളും മർമ്മം നോക്കിയായിരുന്നു അടിച്ചിരുന്നത്. പക്ഷേ അടികളെല്ലാം എന്റെ ഭാര്യയെ കൊണ്ടിട്ട് പലപ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിന് എന്നെ അടിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എന്തിന് എന്നെ അടിക്കുന്നു എന്ന് പലപ്പോഴും എന്റെ ഭാര്യ എന്നോട് ചോദിക്കാറുണ്ട്. പിന്നത്തതിൽ ഞാൻ ബൈബിൾ വായിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സഭയെ മുടിപ്പിച്ചിട്ട് ശൗൽ എന്ന് പറയുന്ന അധികാരപത്രം വാങ്ങി നിൽക്കുന്ന ശൗലിനോട് യേശു ചോദിച്ചൊരു പദമുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ആ സമയത്താ ഞാൻ എന്റെ ആ ഭാര്യയെ അടിച്ച കാര്യം ഓർമ്മ വരുന്നത്. കാരണം ഇങ്ങോട്ട്
തിരിച്ചടിക്കാൻ നിർവാഹമില്ലാത്ത ഒരു വ്യക്തി ചോദിക്കുക, നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത്? അന്ന് ശൗലിനോട് യേശു ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. എന്റെ സഭയെ നീ എന്തിനു ഉപദ്രവിക്കുന്നു? എന്റെ സഭയിലെ വിദ്വാൻമാരെ, എന്റെ സഭയിലെ അഭിഷിക്തന്മാരെ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഞാൻ എപ്പോഴാകുന്നു നിന്നെ ഉപദ്രവിച്ചത്? നീ ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു എന്ന് പറഞ്ഞത് പിന്നത്തതിൽ എനിക്ക് മനസ്സിലായി. എന്റെ ഭാര്യ അടികൊള്ളുമ്പോൾ നിസ്സഹായതയോടുകൂടി നിൽക്കാനേ കഴിയത്തുള്ളൂ. കാരണം തിരിച്ചടിക്കാൻ അവൾക്ക് കഴിവില്ല. അടികൊണ്ടേ പറ്റൂ. രണ്ട് പിള്ളേരുടെ ഹാലലിയ പിതാവായിപ്പോയി. പലപ്പോഴും എന്റെ ഭാര്യയുടെ പിതാവും മാതാവും സഹോദരങ്ങളൊക്കെ ഇവനെ ഉപേക്ഷിക്കാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എന്റെ ഭാര്യ ഉപേക്ഷിക്കാത്തതിന്റെ കാരണം രണ്ട് മക്കൾ കാക്കപ്പരുവം പോലും ആയിട്ടില്ല, കൊച്ചുകുട്ടികളാണ്. ചെറുബാല്യത്തിൽ അപ്പൻ നഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവളെല്ലാം കടിച്ചു പിടിച്ച് സമാധാനത്തോട് ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഈ സമയത്ത് ഞാൻ എന്റെ ഭാര്യയെ ഓർക്കുന്നു, ഞാൻ അവളെ റെസ്പെക്ട് ചെയ്യുന്നു, ഓണർ ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. കാരണം ആ സമയത്ത് തന്നെ അവളുടെ നിരന്തരമായ പ്രാർത്ഥനകൾ. ഞാൻ രാത്രി മദ്യപിച്ച് മതോമത്തനായി ബോധം കെട്ട് വന്നു കിടക്കുമ്പോൾ, അവരൊരു കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ ഭാര്യ വീട്ടുകാര് അവർ കാത്തലിക് കുടുംബം ആണെങ്കിൽ തന്നെയും അവരും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിലാണ് ജീവിതങ്ങളെല്ലാം. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവരും സിറ്റിക്കകത്ത് അവരുടെ മക്കളൊക്കെ ഇന്നും മറ്റു സഹോദരങ്ങളെല്ലാം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. എന്റെ സഹോദരങ്ങളിൽ നിന്നും അതുപോലെ തന്നെയാണ് ജീവിക്കുന്ന. ആരും യേശുവിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ രാത്രി മദ്യപിച്ച് മതോമത്തനായി കിടക്കുമ്പോൾ ഈ കാത്തലിക് ബൈബിൾ എടുത്ത് എന്റെ ഭാര്യ എന്റെ നെഞ്ചിൽ കൊണ്ട് വെക്കുമായിരുന്നു. വെച്ചിട്ട് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കും. എന്റെ ഭാര്യയുടെ മാതാവ്, ദൈവമേ എന്റെ നെഞ്ചിൽ കൈവച്ചിട്ട് അനിലിനെ അനുഗ്രഹിക്കണമേ, യേശുവെ തൊടണമേ എന്നൊക്കെ ഞാൻ അറിയാതെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ചില സമയങ്ങളിലൊക്കെ നേരത്തെ വരുമ്പോൾ എന്റെ ഭാര്യയുടെ വീട്ടിനകത്തുള്ള അവരുടെ ചെറിയ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെയും വചനത്തിൽ നിന്നും ഞാൻ ഒന്നും പഠിക്കാനോ താല്പര്യപ്പെടാനോ ആഗ്രഹിക്കത്തില്ലായിരുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ വചനം കേൾക്കും, പ്രാർത്ഥിക്കും, തൊട്ടടുത്തുള്ള വാറി ചെന്ന് മദ്യപിക്കും, തിരിച്ചു വരും, വീണ്ടും അടി തുടങ്ങും. പട്ടിയുടെ വാല് 12 കൊല്ലം വളയത്തിൽ കിടന്നാലും അത് ചുരുണ്ട് കിടക്കുമോ എന്ന് പറയുന്നത് പോലെ, വാല് ചുരുണ്ട് കിടക്കും എന്ന് പറയുന്നത് പോലെ എന്റെ ജീവിതശൈലി അങ്ങനെ തന്നെയായിരുന്നു. വീട്ടിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല വ്യക്തിയായി മാറും. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ കൂട്ടുകാർ എന്നെ എന്തു ചെയ്യും? എന്നെ വീണ്ടും മദ്യപാനത്തിലേക്ക് തള്ളിവിടും, മയക്കുമരുന്നിലേക്ക് തള്ളിവിടും. ബോധം കെട്ട് പലരും എന്നെ വിളിച്ച് രാത്രികളിൽ ചിലപ്പോ എന്റെ സുഹൃത്തുക്കളായ പോലീസുകാരായിരിക്കും അവരുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് എന്റെ വീട്ടിലേക്ക് വിടുന്നത്. അങ്ങനെയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് ഞാനൊരു തലവേദനയായിരുന്നു. എന്നും എന്റെ ജീവിതത്തിൽ പരാജയമായിരുന്നു. എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, എന്റെ മക്കൾക്ക് സമാധാനമില്ല. ഞാൻ വീട്ടിനകത്ത് വരുമ്പോൾ എന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ എന്റെ മകനും മകളും കൂടി കട്ടിനടിയിലോട്ട് ഒളിക്കും. ഒരപ്പനെ കണ്ട് മക്കൾ ഒളിക്കുന്ന ഗതികേട് ആലോചിച്ച് നോക്കിയേ. 4 വയസ്സും 2 വയസ്സുമായ കുഞ്ഞുങ്ങൾ പേടിച്ച് ഒരു പൂച്ചയുടെ മുമ്പിൽ എലി നിൽക്കുന്നത് പോലെ പേടിച്ചു നിൽക്കും. ഞാൻ വന്ന് ഡ്രസ്സ് മാറിയിട്ട് മക്കൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭാര്യയുടെ അമ്മയുടെ അടുക്കലേക്ക് ചെന്ന് സാരിയിൽ ഒളിച്ചിരിക്കും പലപ്പോഴും. കാരണം ഞാൻ അവരെ അടിക്കും എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട്. എന്റെ മുഖം ഒരു മൂർഖന്റെ മുഖം പോലെയാണ്. ഒരു നല്ല ചുവന്ന തൊടുത്ത് ഉപ്പന്റെ കണ്ണുകളായിരിക്കും എപ്പോഴും. എന്റെ മുഖത്ത് എപ്പോഴും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് എല്ലാവരെയും കാണുന്നത്. കാരണം എന്റെ ചെറുബാല്യം മുതൽ ഞാൻ കണ്ടുവന്ന എന്റെ ജീവിതശൈലി, എന്റെ അപ്പൻ എന്റെ വീട്ടിൽ സമാധാനം കൊടുക്കുന്നില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ വീട്ടിനകത്ത് സമാധാനക്കേട് ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ജനിച്ചു വളർന്ന് വന്ന് അപ്പൻ പെട്ടെന്ന് മരിക്കപ്പെടുകയും ആ ജോലി എനിക്ക് ലഭിക്കും. ആ ജോലിയിലൂടെ വർധനവ് ഉണ്ടായിരുന്നിട്ട് പോലും ആ വർധനവുകളെല്ലാം എന്റെ വിവാഹശേഷം സ്ഥിരം മദ്യപാനം ചെയ്തുകൊണ്ട് എന്റെ കുടുംബത്തിന് ഒരു തലവേദനയായി ഞാൻ മാറിയ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പിന്നത്തതിൽ പലപ്പോഴും ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം എന്റെ ഭാര്യ കളിക്ക് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ എത്ര രൂപയ്ക്കായിരിക്കാം ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾ മദ്യപിച്ചത്? 2006 വരെയാണ് ഞാൻ മദ്യപിച്ചത്. 1996 എന്റെ വിവാഹം. അന്ന് മുതൽ 10 വർഷം വരെ ഞാൻ മദ്യപിക്കുമായിരുന്നു, നല്ല മദ്യപിക്കുമായിരുന്നു. ഈ 10 വർഷം കൊണ്ട് ഏകദേശം 49 ലക്ഷം, ചുമ്മാ വെറുതെ ഒന്ന് കണക്ക് കൂട്ടിയതാണ്. ഏകദേശം 60 ലക്ഷത്തിന് മുകളിലൊക്കെ പോകും. കാരണം ദാനകർമ്മം കൊടുത്തതും മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുത്തതെല്ലാം, കുണ്ടയ്ക്കകത്ത് സ്തോത്രം, ദാനകർമ്മം കൊടുത്തതെല്ലാം ചേർത്ത് 60 ലക്ഷം രൂപ ആയിരിക്കും എന്ന് എന്റെ ഒരു കണക്കാണ്. അതിലുപരിയായി ബാറിനകത്ത് തന്നെ ഗുണ്ട പരിപാടികളും നടത്തിക്കൊണ്ടിരുന്നു. കാരണം ഏതെങ്കിലും വിഷയങ്ങളൊക്കെ വരുമെങ്കിൽ അവിടെ അടി നടക്കും. അങ്ങനെ വലിയ വിഷയങ്ങളാവും. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ബാറിന് സ്ഥിരം മദ്യപിക്കുന്ന ബാറുകളുണ്ട്. അവിടെയൊക്കെ ഒരു 6 മണി തൊട്ട് 7 മണി വരെ ഒരിടത്തായിരിക്കും. 7 മണി തൊട്ട് 8 മണി വരെ വേറൊരു ബാറിലായിരിക്കും. 8 മണി തൊട്ട് 9 മണി വരെ വീട്ടിന് അടുത്തെത്തും.
തൊട്ടടുത്ത് 9 മണി മുതൽ 10 മണി വരെ വീട്ടിന്റെ നോട് ചേർന്ന ഒരു ബാറുണ്ട്, അവിടെയായിരിക്കും. ഇങ്ങനെ 4 സ്ഥലത്ത് കയറി ഇറങ്ങി സുഹൃത്തുക്കളെ കണ്ട് കയ്യിലിരിക്കുന്ന പൈസ എല്ലാം അവർ പിടിച്ചു പറിച്ച് അവസാനം 1 രൂപ പോലും ഇല്ലാതെ വീട്ടിൽ കയറി ചെന്ന് അവിടെ വീട്ടിന് പ്രശ്നത്തിന്മേൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അവര് സഖികെട്ട് ഒരു ദിവസം രാത്രി അവരെ ഇറക്കി വിട്ടു. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നീ നിന്റെ ഭാര്യയും 2 മക്കളെയും കൊണ്ട് എവിടെ വേണമെങ്കിൽ താമസിക്കാൻ പറഞ്ഞു. എന്റെ അമ്മാവനെ ഇറക്കി വിട്ടെങ്കിൽ ഞങ്ങൾ ഒരു സ്ഥലം പോലും കാണാനില്ലാതെ എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്റെ അനുജൻ കുറച്ച് ക്രൂരനാണ് എന്നെക്കാളും, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങള് ആ പടിഞ്ഞാറക്കോട്ടെ എന്ന് പറയുന്ന വെസ്റ്റ് പോർട്ട്, അതായത് കിഴക്കേക്കോട്ടയുടെ പുറകു വശത്തുള്ള ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോ എന്റെ അമ്മാവൻ അവിടെയുള്ള ഒരു ചുമട്ട് തൊഴിലാളി വിളിച്ചു പറഞ്ഞു, എന്റെ മകനെയും മരുമകളെയും 2 മക്കളെ ഞാൻ ഇറക്കി വിട്ടു, നീ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഇന്നത്തേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി അന്ന് രാത്രി അവിടെ താമസിക്കുകയും പിറ്റേ ദിവസം ആ ഹൈവേയിലേക്ക് എന്റെ അമ്മാവൻ കൂടി തന്നെ പ്രേരിപ്പിച്ച് ഒരു മുറിക്കകത്ത് 1750 രൂപയ്ക്ക് വാടകയ്ക്ക് ഒരു മുറിയെടുത്ത് അവിടെ താമസിക്കാനിടയായി. പക്ഷെ അവിടെയും പിശാച് വിട്ടില്ല. കാരണം അതിന്റെ തൊട്ട് 100 മീറ്ററാണ് ബാറ് സ്ഥിതി ചെയ്യുന്നത്. സ്തോത്രം. ഞാനും എന്റെ ഭാര്യയും 2 മക്കളും ഒരു ചെറിയ ഒറ്റ മുറിക്കകത്ത് തന്നെ ഞങ്ങള് അടുക്കളയും ബെഡ്റൂമും എല്ലാം ആയിട്ട് വളരെ കഷ്ടതയോട് ജീവിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ രാത്രികളിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അടികൊണ്ട് തകർന്നു കിടക്കുന്നവൾ രാത്രി മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു വഴി തുറക്കണമേ, എന്റെ തലമുറകളെ ഒന്ന് നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി. എന്റെ ഭർത്താവ് മദ്യപിച്ച് അയാൾ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യവശാൽ ആ ദിവസങ്ങളിൽ എന്റെ ഭാര്യയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടുന്നതിനുള്ള ഒരു PSC മെമ്മോ കാർഡ് വരുവാൻ ഇടയായി. എന്റെ ഭാര്യ വീട്ടുകാർക്കും അപ്പനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അവർക്കൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ്. കാരണം 1750 രൂപ വാടകയ്ക്കുള്ള ഒരു കൊച്ചു മുറിക്കകത്ത് ഞങ്ങൾ ഒതുങ്ങുവാൻ ഇടയായി തീർന്നു. എന്റെ സമ്പത്തുകളെല്ലാം ചോർന്നു പോയി. എന്റെ കൂട്ടുകാരെല്ലാം എന്നിൽ നിന്നും അകന്നു പോയി. ഒരു കാര്യം മറന്നു പോകരുത്, സമ്പന്നത നമ്മുടെ കയ്യിലുള്ളപ്പോൾ, പണം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മുടെ കൂടെ കൂട്ടുകാർ ഒത്തിരി പേര് കാണും. ഒരു വൃക്ഷത്തിൽ ഫലമുള്ളപ്പോൾ ഒത്തിരി കിളികൾ കാണും. വൃക്ഷത്തിൽ ഫലമില്ലെങ്കിൽ കിളികൾ പറന്നു പോകുന്നത് പോലെ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അസ്തമിക്കാൻ തുടങ്ങി. എന്റെ ഇരുവശങ്ങളിൽ നിന്നുമെല്ലാം എന്റെ നന്മകൾ ഒലിച്ചുപോയി. ഞാൻ ചവിട്ടി നിൽക്കുന്ന കാലിന്റെ അടിയിൽ നിന്നുള്ള മണ്ണ് ഒലിച്ചു വരെ പോകുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും ബാറിൽ വെള്ളമടിക്കുമ്പോൾ 1000 രൂപയൊക്കെയാണ് ഞാൻ അന്നത്തെ കാലത്ത് ടിപ്പ് കൊടുക്കുന്നത്. പക്ഷേ ഒരു നേരത്തിന് ആഹാരത്തിന് നിവൃത്തിയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന നിലവാരത്തിലേക്ക് എന്നെ ദൈവം കൊണ്ടെത്തിച്ചു. വട്ടപൂജ്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. പലപ്പോഴും എന്റെ വീട്ടിനകത്ത് ആഹാരമില്ലാതെ പട്ടിണി പരവേശമായി. എന്റെ മക്കൾ കാക്കക്കുഞ്ഞുങ്ങളെ പോലെ വാ തുറന്ന് ആഹാരം ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയാതെ നിലവാരത്തിൽ ദൈവം എന്നെ ആക്കുവാൻ ഇടയായി തീർന്നു. ഇതെല്ലാം ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സകല മഹത്വവും എന്റെ യേശുവിന് ഞാൻ കരകയറ്റുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ സമൂലമായി മാറ്റുന്ന ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ചെറുബാല്യത്തിൽ ജോലി ലഭിച്ചു, ഒരു നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടി, 2 മക്കളുണ്ടായി. അവരുടെ പഠനത്തിന് വേണ്ടി പോലും പണമില്ലാതെ വിഷമിച്ച കാലഘട്ടമുണ്ട്. എനിക്ക് വന്ന ഗതികേട് എന്റെ മക്കൾക്ക് വരരുതെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം എനിക്കുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ മദ്യപാനം അന്നും ഉണ്ടായിരുന്നെങ്കിലും കൂട്ടുകാരൊക്കെ മേടിച്ചു തരുന്നത് കഴിച്ച് എന്റെ ഭാര്യയുടെ ശമ്പളം കൊണ്ടൊക്കെ ഞങ്ങൾ വാടക കൊടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് പല വീടുകൾ മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഏകദേശം 10ഓ 15ഓ വീട് ഞങ്ങൾ മാറി താമസിക്കുമ്പോൾ ഒരു ദിവസം എന്റെ മകൻ ചോദിച്ചു, ഇന്ന് രാത്രി സാധനമൊക്കെ മാറ്റി അച്ഛാ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇനി ഞങ്ങൾക്ക് വേറെ വീട്ടിലാണ്. ഓരോ സമയത്ത് ഓരോ വീട്, ഓരോ അധ്യയന വർഷം കഴിയുമ്പോൾ ഓരോ വീടുകൾ മാറുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ബ്ലഡ് ആണ് വന്നുകൊണ്ടിരുന്നത്. എന്റെ ഭാര്യ അന്ന് പറയും, നിങ്ങൾ മദ്യപിച്ച് കളഞ്ഞ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ ചെറ്റപ്പെരയാണെങ്കിലും വെച്ച് സന്തോഷത്തോടെ താമസിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇരുട്ട് ബാധിച്ച് ഇനി ഒരിക്കലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കത്തില്ല എന്ന് വിചാരിച്ച് ഒരു മദ്യപാനായി കരളും പൊത്ത് ജീവിതം അവസാനിക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ച് കണക്ക് കൂട്ടിയൊക്കെ ഇരിക്കുന്ന വേളയിൽ എന്റെ വീട്ടുകാരും എന്റെ സ്വന്തക്കാരും എന്റെ ഭാര്യ വീട്ടുകാരും സഹോദരങ്ങളെല്ലാം എന്നെ വെറുത്ത് അവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു. എന്റെ ഭാര്യയുടെ സഹോദരിമാർ 3 പേരും എന്നോട് മിണ്ടിയിട്ട് ഏകദേശം 15 വർഷത്തിലധികമായെന്ന് തോന്നുന്നു. എന്റെ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞിട്ട് 27 വർഷമായി. എന്റെ ഭാര്യയുടെ അമ്മ എന്നെ കണ്ടിട്ട് 10 വർഷത്തിലധികമായി. കാരണം
മദ്യപാനിയായിരുന്ന മകളെ ഉപദ്രവിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്ത് ഒരു കുടുംബത്തെ ഉന്മൂലനാശം ചെയ്ത ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണണ്ട, അവരുമായിട്ട് സംസർഗം പുലർത്തണ്ട എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചു, എന്നെ അങ്ങ് ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. പക്ഷെ അപ്പോൾ തന്നെ എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും അവർ കെയർ ചെയ്യും, കവർ ചെയ്യും ഒക്കെ ചെയ്തത് എനിക്കിന്നും ഞാൻ ഓർക്കുന്ന സ്തോത്രം. കാരണം അവരുടെ കെയറിങ്ങും അവരുടെ കവറിങ്ങും എന്റെ മക്കളെ ഉന്നതമായ നിലവാരത്തിൽ എത്തിക്കാൻ ദൈവം സഹായിച്ചു. കാരണം എന്റെ ഭാര്യ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മദ്യപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്റെ ഭാര്യ എന്റെ മക്കളെ രണ്ടുപേരും നല്ലതായിട്ട് പഠിപ്പിക്കുമായിരുന്നു. ICSE സിലബസിലാണ് പഠിച്ചത്. തിരുവനന്തപുരത്ത് ക്രൈസ്റ്റ് സ്കൂളിലും ഹോളി ഏഞ്ചൽ സ്കൂളിലാണ് രണ്ട് മക്കളും പഠിച്ചത്. ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ദൈവം സഹായിച്ചു. പ്രതികൂലത്തിന്റെ നടുവിലും എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കുവാൻ സ്വർഗം ഇടവരുത്തി. എന്റെ മക്കളെ ഞാൻ ഓർക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. ദൂരദേശത്താണെങ്കിലും ദൈവം അവരെ അനുഗ്രഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അതിന് മുഖ്യ പങ്കാളിത്തം വഹിച്ചത് എന്റെ ഭാര്യ തന്നെയാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ ഭാര്യയ്ക്ക് അതിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മക്കളെ രണ്ടുപേരെയും കെയർ ചെയ്തു. സഹോദരങ്ങൾ പറഞ്ഞു കൊടുത്തു, നിന്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം, അവർക്ക് വെൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പനുണ്ടായ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ മക്കൾക്കുണ്ടാകരുതെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനിടയിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്റെ ജീവിതത്തിന്റെ മൂന്നാമത്തെ ടെസ്റ്റ് സംഭവിക്കുന്നു. ഇവിടെയാണ് ഫൈനൽ കോൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം ഞാൻ മദ്യപിക്കാനായിട്ട് നെടുമങ്ങാട് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അപ്പുറത്തുള്ള പൊന്മുടി റൂട്ടിലുള്ള നെടുമങ്ങാടിലെ ഒരു ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യ ബാർ എന്ന് പറഞ്ഞൊരു ബാറിനകത്ത് മദ്യപാനം കഴിച്ച് തിരിച്ച് എന്റെ ഒരു ആക്റ്റീവയിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ വണ്ടിക്കകത്ത് അന്ന് 10 ഒരു കെട്ട് നോട്ട് കിടപ്പുണ്ട്, 1000 രൂപ. ഇതും കൊണ്ട് ഞാൻ വരുന്ന വഴിയിലും ഞാൻ വരുന്ന കരകുളം എത്തിയ സമയത്ത് ഏകദേശം പേരൂർക്കടയ്ക്കും നെടുമങ്ങാടിനും ഇടയ്ക്കുള്ള ഒരു പഞ്ചായത്താണ് കരകുളം പഞ്ചായത്ത്. അവിടെ വന്ന് ഞാൻ ഒരു നാരങ്ങ വെള്ളം കുടിച്ച് ഒരു സിഗരറ്റും കത്തിച്ച് നിൽക്കുമ്പോൾ എന്നെ കണ്ട ഒരു വ്യക്തി, അവിടെ ഇരിക്കുന്ന മുറുക്കാൻ കട നടത്തുന്ന ആള് ചോദിച്ചു, ഇവിടെ ഒരു വസ്തു കിടപ്പുണ്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ കണ്ടപ്പോൾ എന്തോ അദ്ദേഹത്തിന് ചോദിക്കാൻ ഒരു താല്പര്യം തോന്നി. ഞാൻ അങ്ങനെ അദ്ദേഹം വിളിച്ചു കൊണ്ടുപോയ ഒരു 4 വസ്തു നോക്കി. അതിൽ 4ാമത്തെ വസ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വ്യക്തിയെ ഉടൻ തന്നെ കാണുകയും, അദ്ദേഹം ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ പോയി കാണുകയും ഈ 1000 രൂപ ബോധമില്ലാതെ എടുത്തു കൊടുത്ത് ഈ എഗ്രിമെന്റ് ഒരു 25 പൈസ കൊടുത്ത് 50 പൈസ കൊടുത്ത് വെള്ള പേപ്പറിൽ എഴുതിയിട്ട് വരുന്ന ദിവസങ്ങളിൽ ബാക്കി 9000 തന്ന് എഗ്രിമെന്റ് എഴുതി 3 മാസത്തിനകത്ത് വെച്ച് ഈ 10 സെന്റ് എഴുതിയെടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ അഡ്വാൻസും കൊടുത്ത് ഞാൻ തിരിച്ചു വന്ന് ഞാൻ എന്റെ ഭാര്യയുടെ പിതാവിനോട് പറയുന്നു, അവരെന്നെ കളിയാക്കുന്നു. എന്റെ ഭാര്യയോട് പറയുന്നു, അവരെല്ലാം കളിയാക്കുന്നു. കാരണം എന്നെ അവർക്ക് പരിപൂർണമായി വിശ്വാസമില്ല. അങ്ങനെ എനിക്ക് 9000 രൂപ കൊടുക്കണം, പക്ഷെ കൊടുക്കാൻ ഒരു നിർവാഹമില്ല. ഭാര്യ കുളിക്കാൻ പോയ സമയത്ത് അവളുടെ മോതിരം ഊരി സൈഡിൽ ഇങ്ങനെ വെക്കുന്ന പതിവുണ്ട്. ഞാൻ വെളിയിൽ നിന്ന് ഈർക്കിൽ കൊണ്ട് ആ മോതിരത്തെ ഊരിയെടുത്തു. അതിനെ എടുത്തു കൊണ്ടുപോയി ഞാൻ മുത്തൂറ്റ് ബാങ്കിൽ പണയം വെച്ചു 9000 രൂപ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വസ്തുവിന് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് 100 രൂപ പത്രത്തിൽ എഴുതി. എന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ മോതിരം കയ്യിലിട്ടെന്ന് കാണാനില്ല, ബാത്റൂമിൽ എവിടെയെങ്കിലും വീണോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ മൗനമായിരുന്നു. കാരണം ആ സമയത്ത് അത് അവിടെ അറിയിച്ചാൽ വലിയ വിഷയങ്ങളാവും, പ്രശ്നങ്ങളാവും, വീണ്ടും സമാധാനക്കേട് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്റെ ഭാര്യയെ അടുത്ത് ഞാൻ പറഞ്ഞു, മോതിരം നീ കളഞ്ഞത് നീ സൂക്ഷിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഞാൻ അതിനുശേഷം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വസ്തു വാങ്ങേണ്ട ലോണിന് വേണ്ടി എഴുതി കൊടുത്തു. എനിക്ക് അവിടെ നിന്ന് ഏകദേശം വസ്തു വാങ്ങേണ്ട 80% പൈസ ലഭിച്ചു. ബാലൻസ് പൈസകളെല്ലാം എന്റെ അമ്മാവൻ പല സ്ഥലത്തു നിന്നൊക്കെ ഒരുമിച്ച് തന്ന് അവരുടെ കുടുംബം എനിക്ക് സംഘടിപ്പിച്ചു തന്ന് ആ വസ്തു കൃപയാൽ എഴുതിയെടുക്കുവാൻ കാരണമായി തീർന്നു. ആ വസ്തു വാങ്ങിയത് എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു ഈ നിമിഷം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുത്തനെ വിളിച്ച് വേർതിരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എവിടെ കൊണ്ടിട്ടെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിക്കും. ആ വസ്തു വാങ്ങുക മാത്രമല്ല, വാങ്ങിയ വസ്തു ഞാൻ പിന്നത്തേൽ ചിന്തിച്ചു. എന്റെ ഭാര്യയുടെ വീട്ടുകാരെല്ലാം വന്ന് നോക്കിയപ്പോൾ തെങ്ങൻ തോട്ടമാണ്. ഇതിനി വേണ്ട, ഇവിടെ ഒരു പാറയാണ് ഇരിക്കുന്നത്, ഈ പാറയുള്ള വസ്തുവാണോ നീ വാങ്ങിയെന്ന് പറഞ്ഞ് എന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും ഇവിടെ ഒന്ന് താമസിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ കൃപയാല് മണ്ണ് മാഫിയ ആൾക്കാർ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി പാറ പൊട്ടിച്ച് അത് മുഴുവനും അവിടെ ഞാൻ അതിര് കെട്ടുവാൻ ഇടയായി തീർന്നു. ഇതിന് തൊട്ടടുത്ത് കിടന്ന വസ്തു മറ്റൊരു സുഹൃത്ത് മേടിച്ച് അവരുടെ വീട് വെക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, വീട് വെക്കുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട് വെക്കണം, പ്ലോട്ടൊക്കെ തിരിച്ച് സെറ്റ് ആക്കിയിട്ട്. പക്ഷെ ഒരു ദിവസം ഓഫീസ് വിട്ടിട്ട് സ്വന്തം വസ്തു കാണാൻ എല്ലാ ദിവസവും ഞാൻ വരുമായിരുന്നു. വന്നിട്ട് എന്റെ വസ്തുവൊക്കെ നോക്കി ഒന്ന് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ നിൽക്കുമായിരുന്നു.
ഒരു ദിവസം ഞാൻ ഈ വസ്തുവിലേക്ക് വരുമ്പോൾ അപ്പുറത്ത് വീട് വെക്കുന്ന ആളിന്റെ അമ്മാവൻ ഞാൻ അറിയാതെ 20 ലോഡ് കരിങ്കല്ല് എന്റെ കാമ്പൗണ്ടിൽ ഇറക്കിയിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ 20 ലോഡ് കരിങ്കല്ല് ഇറക്കിയിട്ടുണ്ട്, വീട് വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. 1 രൂപ കയ്യിലില്ലാതെ ഞാൻ അവിടെ ഭവനം വെക്കാൻ ഇടയായി. ബാലൻസ് പൈസ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലോൺ എടുത്ത് ഏകദേശം അന്നത്തെ കാലത്ത് 20 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങൾ വീട് വെക്കാൻ ആരംഭിച്ചു. എന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള വീട് വെക്കുന്ന ആളിന്റെ അമ്മാവൻ 20 ലോഡ് കരിങ്കല്ല് എന്റെ വസ്തുവിൽ ഇറക്കിയിട്ടിരിക്കുന്നു. ഞാൻ വൈകുന്നേരം വന്നിട്ട് ചോദിച്ചു, അങ്ങളെ ഈ കരിങ്കല്ല് ആർക്കാ ഇറക്കിയിട്ടിരിക്കുന്നത്? അത് അനിൽ സാറിന് ഇറക്കിയിട്ടിരിക്കുന്നതാണ്, നിങ്ങൾ വാനം വെട്ടി വീട് വെക്കുക എന്ന് പറഞ്ഞു. എനിക്ക് അതിശയമായി. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഒന്നും, നിങ്ങൾ വീട് പണി തുടങ്ങും, പൈസയൊക്കെ ദൈവം തരും എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ JCB പിറ്റേ ദിവസം വിളിച്ച് വാനം വെട്ടി വാനത്തിന്റെ പണികൾ ആരംഭിക്കാൻ ഇടയായി. അന്നും ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. പക്ഷെ മറ്റേ ആളിന് ഒരു നല്ല ഫാമിലിയെ കിട്ടിയ ഒരു സന്തോഷം. കാരണം അവരും സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നതാണ് അവരുടെ മരുമകൻ, അവരുടെ മകൾക്ക് ബാങ്കിൽ ജോലിയുണ്ട്, എന്റെ ഭാര്യയ്ക്ക് സെക്രട്ടേറിയറ്റ് ജോലിയുണ്ട്, എനിക്കും BSNL ജോലിയുണ്ട്. അപ്പൊ ആ സന്തോഷത്തിലാണ് അവർ പെട്ടെന്ന് തന്നെ മകളുടെ തൊട്ടടുത്ത് ഒരാൾ താമസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ തന്നെ മുൻകൈ എടുത്ത് ഇനിഷ്യൽ എമൗണ്ട് ആയ 1 ലക്ഷം രൂപ കൊടുത്ത് കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ലോണിന് അപേക്ഷിക്കാം. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ലോൺ അപേക്ഷിച്ച് 20 ലക്ഷം രൂപ ലോൺ ലഭിച്ചു. ആ ലഭിച്ച ലോൺ കൊണ്ട് ഞാൻ വീട് വെക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ മദ്യപാനമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് അറിയപ്പെടുന്ന പല ആൾക്കാരും അന്ന് എന്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ ഈ ലോൺ പൈസ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, വീടും പണിയും വെള്ളവും അടിക്കും. അവിടെ പുറകിൽ ഒരു ഷെഡ് ഉണ്ടാക്കും, ഷെഡ് ബാറാക്കിയിട്ട് വീട്ടിലിരുന്നാണ് വെള്ളമടി തുടങ്ങിയത്. വീട് വെക്കുന്ന മുമ്പ് വീടിനകത്തിരുന്ന് വെള്ളമടി തുടങ്ങി. ഞാൻ ആ വീട് പണിക്കുവാൻ വേണ്ടി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂരിപ്പാട് അന്നത്തെ നല്ല വാസ്തു ശില്പിയായിരുന്നു, അദ്ദേഹത്തെ ഞാൻ വരുത്തുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്നും വരുത്തി സ്ഥാനം കണ്ടിട്ടാണ് ഞാൻ വീട് വെച്ചത്. കാരണം വാസ്തു ശില്പത്തിനനുസരിച്ച അല്ലെങ്കിൽ വാസ്തു പ്രകാരമാണ് ഞാൻ വീട് പണിയുവാൻ ഇടയായി തീർന്നത്. കാരണം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഇതൊക്കെ ദൈവം ചെയ്യുമ്പോൾ ഞാൻ അതിക്രമത്തോടുകൂടെ തന്നെ ദൈവത്തിന് മുമ്പ് നെഗളിച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ വീട് പണിതു, വീട് പൂർത്തീകരിക്കപ്പെട്ടു. വീട് പൂർത്തീകരിച്ചതിന് ശേഷം എന്റെ ബന്ധുക്കളും ചർച്ചക്കാരും നാമധേയ ക്രിസ്ത്യാനികളാണ്, പക്ഷെ എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷെ ഞാൻ എന്റെ വീട് പൂർത്തീകരിച്ചതിന് ശേഷം 3 ദിവസം 3 രാത്രിയും എല്ലാ മുറിക്കകത്തും കളം വരച്ച് പൂജ നടത്തിയാണ് ഞാൻ വീട്ടിലേക്ക് പ്രവേശിച്ചത്. എന്റെ ബന്ധുക്കൾ പല ക്രിസ്ത്യാനികളും വീട്ടിൽ വന്നിട്ട് ആഹാരം പോലും കഴിക്കാതെ, പച്ചവെള്ളം കുടിക്കാതെ, വീട്ടിനകത്ത് പോലും കയറാതെ പുറത്തു നിന്ന് അവർ തിരിച്ചു പോകാൻ ഇടയായിരുന്നു. എന്റെ വീട്ടിന്റെ ചുറ്റളവിൽ ഏകദേശം 42 കലശങ്ങൾ ഞങ്ങൾ കുടിച്ചിട്ടു. എന്റെ വീടിന്റെ വാതിലിൽ കയറുമ്പോൾ, ഇന്നും ഞാൻ താമസിക്കുന്ന ആ വീട്ടിലേക്ക് നാളെ എപ്പോഴെങ്കിലും ദാനിയേൽ പാസ്റ്റർ വരുവാൻ കഴിഞ്ഞാൽ എന്റെ വീട്ടിന്റെ ഫ്രണ്ട് വാതിലിൽ കയറുമ്പോൾ ആദ്യത്തെ കന്നിമുറിയിലെ ഒരു ടൈല് മാത്രം കളർ മാറിയിരിക്കും. കാരണം ആ ടൈലിന്റെ അവിടെയാണ് 3 പ്രാവശ്യം ലെയർ ഉണ്ടാക്കി അതിനകത്ത് 12 കലശങ്ങൾ വെച്ച് പൂജ ചെയ്ത് അതിന്റെ അകത്ത് വെച്ചതിന് ശേഷം 3 ലെയർ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് പ്രധാന ടൈൽസ് ഒട്ടിച്ചത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. കാരണം എന്റെ ജീവിതത്തിൽ സമ്പന്നത കൊണ്ട് നിറയണം, എന്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരണം, എന്റെ കുടുംബത്തിൽ ഒരു ശാപങ്ങളും വന്ന് ഭവിക്കരുത്. എന്റെ അപ്പൻ 48-ാമത്തെ വയസ്സിൽ ആമവാദം വന്ന് മരിച്ചു, അത് ഞങ്ങളെ ബാധിക്കരുതെന്ന് പറഞ്ഞ് പൂജ ചെയ്ത് ഞങ്ങളുടെ വീട്ടിനകത്ത് മുഴുവനും കലശങ്ങൾ കൊണ്ട് നിറച്ച് ലോകത്ത് കിട്ടാവുന്ന സകല വിഗ്രഹങ്ങളും ഞങ്ങളുടെ വീട്ടിനകത്ത് സുഹൃത്തുക്കൾ കൊണ്ടുവരുവാൻ തുടങ്ങി. നിങ്ങൾ എന്റെ ഭവനത്തിൽ വരുമ്പോൾ ഏകദേശം ഇത്രയും പൊക്കത്തിലുള്ള നല്ല ഒരു നിലവിളക്ക് വെക്കുന്ന ആർച്ച് വരെ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നടുമുറ്റത്തിൽ വെള്ളം വീഴുവാൻ തക്ക നിലവാരത്തിൽ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വെള്ളം വീഴുമ്പോൾ അവിടെ വെള്ളം കെട്ടിയിട്ട് അതിനകത്ത് ഉരുളി വെച്ചിട്ട് അവിടെ നമ്മൾ താമരപ്പൂ വളർത്തുമായിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ള സംവിധാനത്തിലുള്ള ഒരു കെട്ടമ്പലം പോലത്തെ വീടാ ഞാൻ പണിതത്, ഒരു റിസോർട്ട് മോഡലിൽ. എന്തെങ്കിലും കർത്താവിന്റെ ദാസന് എന്റെ ഭവനത്തിൽ വരുമ്പോൾ അതിൽ കാണുവാൻ കഴിയും. അത്രയും മൃഗീയമായി. എന്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ഒരു ഫാദറിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വീട്ടിനകത്ത് കയറാം. അന്നും ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല. എന്റെ നെഗളം, ഞാനെന്നുള്ള ഭാവം അത് അന്ന് എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്റെ വീട്ടിനകത്ത് ഒരു ദൈവദാസനെ ഞാൻ കയറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ജീവനോട് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ യേശുവിനെ അറിയത്തില്ല, യേശുവിനെ വിളിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നു, പക്ഷെ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കത്തില്ല. അതിലുപരിയായി ആരും വ്യക്തിപരമായി എന്നോട് എന്ത് പറഞ്ഞില്ല, സുവിശേഷം പറഞ്ഞില്ല. കാരണം യേശു നിനക്ക് വേണ്ടി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരും നിന്നെ ചേർക്കാൻ എന്ന് ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ പഠിച്ച സ്ഥലത്തോ വളർന്ന സ്ഥലത്തോ ഞാൻ മദ്യപിച്ച സ്ഥലത്തോ ഞാൻ ജീവിച്ച സ്ഥലത്തോ എന്റെ നാമധേയമായ ക്രിസ്ത്യാനിത്വം വഹിക്കുന്ന ബന്ധുക്കളോ എന്റെ ഭാര്യ വീട്ടുകാരോ ആരും
സത്യസുവിശേഷത്തെ എന്നോട് സത്യസന്ധമായി പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് അറിയാത്തതിനായി ഞാൻ സ്തോത്രം. കാരണം ദൈവം നേരിട്ട് സംസാരിക്കേണ്ട വ്യക്തികളോട് ദൈവം നേരിട്ട് തന്നെ സംസാരിക്കും. ഇന്നും സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ആ സംസാരിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ ഈ മണിക്കൂറുകളോളം നിൽക്കാൻ പറ്റിയെങ്കിൽ അത് തന്നെയാണ് എന്റെ യേശുവിന്റെ ക്വാളിറ്റി എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. കാരണം എന്ത്, എന്റെ ജീവിതം തച്ചുടഞ്ഞു. പക്ഷെ 30 വർഷക്കാലം താൻ ഈ ലോകത്തിൽ 33 തിരുവയസ്സ് വരെ ജീവിച്ചു. 30 വർഷക്കാലം ഞാൻ അനുഭവിക്കേണ്ടത് മുഴുവനും അനുഭവിച്ച് തന്റെ അടുത്തോടെ അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും എല്ലാവർക്കും ഒരു മാതൃകയായി ജീവിച്ചിട്ട് 3.5 വർഷം തന്നിൽ അർപ്പിച്ച ശുശ്രൂഷ സത്യസന്ധമായി ചെയ്ത് കാൽവരിയുടെ കൊലക്കളത്തിൽ അവസാന തുള്ളി രക്തവും പച്ചവെള്ളവും ചീറ്റി എന്നെ, എന്റെ പാപത്തെയും മോചിപ്പിച്ച നസ്രത്തുകാരനെ യേശു എനിക്ക് വേണ്ടി അത് സകലതും ചെയ്തത് കൊണ്ട് എന്റെ ജീവിതത്തിൽ വന്ന ഇരുട്ടുമൂടിയ അവസ്ഥ, താളപ്പിഴ വന്ന സംവിധാനങ്ങൾ മുഴുവൻ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ ആ വീടിന്റെ പരിപൂർണമായ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ട്വിസ്റ്റ് അവിടെയാ സംഭവിക്കുന്നത്. കടം വാങ്ങിച്ചും മറിച്ചുമൊക്കെ വീട് പണിതു. പക്ഷെ വീട് പാലുകാച്ചൊക്കെ കഴിഞ്ഞപ്പോ കടക്കാർ വന്ന് വീട് വളയുവാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്കാ ഞാൻ കടന്നു പോകുന്നത്. എന്റെ വീട്ടിനകത്ത് എന്നും കടക്കാർ വന്ന് കയറുന്ന ഒരു പതിവുണ്ടായിരുന്നു. കാരണം ടൈൽസ് ഒട്ടിച്ചവന് പൈസ കൊടുത്തിട്ടില്ല, മേസ്തിരിമാർക്ക് പൈസ കൊടുത്തിട്ടില്ല, ആശാരിമാർക്ക് പൈസ കൊടുത്തിട്ടില്ല, ടൈൽസ് എടുത്ത കടയിൽ പൈസ കൊടുത്തിട്ടില്ല. ഇങ്ങനെ കടക്കാർ വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ വീട്ടിൽ വരും. എന്റെ ഭാര്യ ഓരോരുത്തരോടും പറഞ്ഞു അവൾ മടുത്തു. ഞാൻ രാത്രി മദ്യപിച്ച് വീട്ടിൽ റബ്ബർ തോട്ടം വഴി ഒളിച്ചു വന്ന് ചാടി കയറുമ്പോൾ എന്റെ ഭാര്യ പറയും, ഞങ്ങൾക്ക് വിഷം തന്ന് നിങ്ങൾ കൊല്ലുന്നതാണ് നല്ലത്. കാരണം ഇത്ര വലിയൊരു വീടും വെച്ചിട്ട് ഈ വീട്ടിനകത്ത് കിടക്കാൻ ഒരു സമാധാനമില്ല എന്നുള്ളതുപോലെ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അകത്ത് എരിയുമ്പോഴും പുറത്ത് ഒന്നും കാണിക്കാതെ എന്റെ ഭാര്യ വരുന്നവരോട് പറയും, നാളെ തരാം, നാളെ തരാം, നാളെ തരാം. എന്റെ ഭാര്യയുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് അവരെല്ലാം തിരിച്ചു പോകും. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും തകർന്ന് തരിപ്പണമായി. ഒരു ദിവസം രാത്രി ഞാൻ ഒരു കുപ്പി മദ്യം വാങ്ങിച്ച് കുടിച്ച് വിളിച്ച് സിഗരറ്റ് വലിച്ചിങ്ങനെ ചാരിയിരിക്കുക. എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെല്ലാം ഞാൻ തകർത്ത് കളയാൻ വേണ്ടി മക്കൾക്ക് വിഷം കൊടുത്ത് മരിക്കാം എന്നുള്ള ഒരു ആലോചന എന്റെ അകത്ത് രൂപപ്പെട്ടു. കാരണം ഇത്രയും വലിയ വീട് വെച്ചിട്ടും ഇത്രയും പൂജാകർമ്മം ചെയ്തിട്ടും 1062 കലശങ്ങൾ കുഴിച്ചിട്ടിട്ടും എന്റെ വീട്ടിനകത്ത് ഒരു വിധത്തിൽ പോലും ഒരു ഐശ്വര്യം കയറി വരുന്നില്ലല്ലോ. ഒരു വലിയ വാസ്തുശില്പിയെ കൊണ്ടുവന്ന് വീട് പണിതതാണ്, പക്ഷെ എന്റെ വീട്ടിനകത്ത് ഒരു സമാധാനമില്ലല്ലോ, എന്റെ വീട്ടിനകത്ത് ഒരു സന്തോഷമില്ലല്ലോ. ഇത്ര വലിയ വീട്ടിനകത്ത് താമസിച്ചിട്ട് പോലും ഒരു സന്തോഷത്തോടെ ഒരു ദിവസം ഭാര്യ മക്കളുമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ചതിയാണെന്ന് വിചാരിച്ച് എല്ലാ ദൈവങ്ങളും ശപിച്ചുകൊണ്ട് ഞാൻ മദ്യപിച്ച് മതോമത്തനായി ആ വീട്ടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുവാൻ ഇടയായി തീർന്നു. ഓരോ ദിവസവും എന്റെ മക്കൾ വന്ന എന്നെ 2 കാലിലും കയ്യിലും വലിച്ചെളുത്തുകൊണ്ട് അകത്തോട്ട് കയറ്റുന്നത്. എന്റെ മക്കൾ 2 പേരും അങ്ങനെ ചെയ്ത പല ദിനരാത്രങ്ങളുണ്ട്. അവര് ഇന്ന് അങ്ങനെ ആയിരിക്കുന്നു. അല്പം സ്നേഹം എന്നോട് കുറഞ്ഞാൽ പോലും എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ അവരോട് കാണിച്ച നീചത്വം അത്രയും വലുതായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, മദ്യപാനം അല്ലെങ്കിൽ ഒരു വലിയ പരിഹാരമല്ല. മക്കളെ സ്നേഹിക്കുക, മക്കളെ പരിപാലിക്കുക, മക്കളെ ചേർത്ത് പിടിക്കുക. മക്കൾ എവിടെ പോയാലും അവരെ സംരക്ഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഒരു പിതാവ് നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്റെ മക്കൾക്ക് അത് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളെ മക്കളെ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. നിങ്ങളെ മക്കളെ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറ്റം പറയരുത്, തരം താഴ്ത്തിക്കളയരുത്. അവരെ ചേർത്ത് പിടിക്കണം. അതാ യേശു പഠിപ്പിക്കുന്നത്. ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവിൻ, അവരെ തടുക്കരുത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അന്ന് രാത്രി ഞാൻ അങ്ങ് തീരുമാനിച്ചു, അടുത്ത ദിവസങ്ങളിൽ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞാൻ ഒരു പനാമ വിഷം മേടിച്ച് 2 ബിരിയാണി മേടിച്ച് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഭവനത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ആ സമയത്ത് അവിടെ പരിചയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ ചെറിയ മദ്യപാനിയാണ്. എന്റെ സ്ഥലത്ത് മണ്ണെടുക്കാൻ വന്ന ഒരു വ്യക്തിയാണ്. സണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം CSI ചർച്ചിലാണ് പോകുന്നത്. അദ്ദേഹത്തിന് എന്റെ ഈ സംസാര ശൈലിയും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്ന് മദ്യപിക്കുമെങ്കിലും ഈ യേശുവിനെ കുറിച്ചൊക്കെ പലരോട് കളിയാക്കി പറയുമായിരുന്നു. കാരണം ഇവര് പറയുന്ന പ്രസംഗങ്ങളെല്ലാം ഞാൻ ഇതുപോലെ പറയുമായിരുന്നു. ഇങ്ങനെ സണ്ണി വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മണ്ണെടുക്കാൻ പോയി, അവിടെ ഒരു പുതിയ ആള് വന്ന്, ആള് കൊള്ളാം, നമ്മൾ സഭയിലൊക്കെ വിളിച്ചാൽ വരുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ വീട്ടിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും എന്റെ സ്ഥലത്ത് മണ്ണെടുക്കാൻ വന്നവനാണ്. ഞാനും അദ്ദേഹവുമായിട്ട് മദ്യപിക്കാനായിട്ട് ഒരുമിച്ച് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ടെറസിന്റെ മുകളിൽ കയറി മദ്യപിച്ചു. എന്നത്തെക്കാൾ ഉപരിയായി കൂടുതൽ മദ്യപിച്ച് തിരിച്ചു വന്ന് മക്കൾക്ക്
ബിരിയാണിയിൽ വിഷം ഒഴിച്ചു കൊടുത്ത് മരിക്കാം എന്ന് തയ്യാറെടുത്തു. അങ്ങനെ തീരുമാനിച്ച പോയത്. പക്ഷെ അന്ന് മദ്യവെച്ച് ഞാൻ അങ്ങ് ലെക്ക് കെട്ടു. എനിക്ക് തല ഉയർത്താൻ പറ്റാതെ അവരെല്ലാവരും കൂടി എന്നെ വീട്ടിൽ കൊണ്ട് കിടത്തി. ഞാൻ വീട്ടിൽ മതോമത്തനായി ഓർമ്മയില്ലാതെ കിടക്കുകയായിരുന്നു. എന്റെ മക്കൾ എന്നെ കാത്തിരുന്ന് കാണാത്തത് കൊണ്ട് വളരെ നാളുകൾക്ക് ശേഷം കിട്ടിയ നല്ല ബിരിയാണിയെ അവർ സന്തോഷത്തോടെ കഴിച്ച് എനിക്കും പകുതി എന്റെ ഭാര്യ വെച്ചിട്ട് കിടന്നു. അർദ്ധരാത്രി ആയപ്പോഴത്തേക്കും ഏതോ 2 മണി 3 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി ഉണർന്നു. എന്റെ ചിന്ത എന്റെ ഭാര്യയും മക്കളും മരിച്ചു, ഞാൻ മാത്രം ജീവിച്ചു എന്ന് വിചാരിച്ചു. എന്റെ ചിന്ത ഇവർക്ക് വിഷം കൊടുത്തു. ഞാൻ പെട്ടെന്ന് അലറി വിളിച്ചു കരഞ്ഞു, മക്കളെ എന്ന് വിളിച്ചു, ഗീതേ എന്ന് വിളിച്ചു. അവർ ഞെട്ടി ഉണർന്ന് പേടിച്ചു. മക്കൾ വിചാരിച്ചു ഇനി ബിരിയാണി എടുത്ത് കഴിച്ചതിന് അടിക്കാനാണോ എന്ന്. അവർ ഞെട്ടി ഉണർന്നു. ഞാൻ അവരെ വാരി പുണർന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് മരിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ദൈവം അനുവദിക്കുന്നില്ല. അന്ന് പിറ്റേ ദിവസം രാവിലെ അവരെ ഒരുമിച്ച് ഞാൻ കെട്ടിപ്പിടിച്ച് കരയുവാൻ ഇടയായി തീർന്നു. അവർ പെട്ടെന്ന് ഭയപ്പെട്ടിരുന്നവരെല്ലാവരും എന്റെ അടുക്കലേക്ക് വന്നു. എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വിഷം മേടിച്ചു വെച്ചു, ഇത് കഴിച്ച് മരിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അടുക്കളയുടെ ഒരു ചെറിയ മുകളിൽ കൊണ്ട് ഞാൻ ഒളിച്ചു വെച്ചിരുന്നു. ഞാൻ അതിനെടുത്ത് കൊണ്ടുവന്ന് വാഷ് ബേസിൽ കൊണ്ടുവന്ന് ഞാൻ പൊട്ടിച്ച് അതിനെ ഞാൻ ഫ്ലഷ് ചെയ്ത് എന്റെ ഭാര്യയെ കളയുവാൻ ഇടയായി തീർന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ 2 സഹോദരങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. എന്റെ മകനും മകളുമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അവിടെ 2 പേര്, എന്റെ ഈ സണ്ണി എന്ന് പറയുന്ന ആളിന്റെ അളിയനും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി 2 പേര് കൂടി, സജി ബ്രദറും എന്ന് പറയുന്ന ആളും സണ്ണിയുടെ അളിയനുമായിട്ട് എന്റെ വീട്ടിൽ വന്നു. അവർ ആ ദേശത്ത് സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. അവർ വന്നിട്ട് എന്റെ അടുക്കൽ പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്തൊരു കൂട്ടായ്മയുണ്ട്. വാര്യപുരം യോനച്ചൻ എന്ന് പറയുന്ന ആണ്ട് കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചന്റെ കൂട്ടായ്മയിലേക്ക് വരണം. ഇവിടെ ഒരു ബത്തേൽ ഐക്യ കൺവെൻഷൻ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ കൺവെൻഷനാണ്, നിങ്ങളും അതിൽ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ ഞാൻ അതിലൊന്നും കൈക്കൊണ്ടില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ CSI ചർച്ചിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, ഞാൻ ചർച്ചിന്റെ ഫാദറാണ്, ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടാ വരുന്നത്, ആ ചർച്ചിൽ ഫാൻ ഇല്ല, ഒരു 2-3 ഫാൻ വാങ്ങിച്ചു തന്ന വലിയ ഉപകാരം. ഞാനാണെങ്കിൽ കടത്തിൽ നിൽക്കുകയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, സുവിശേഷ വിരോധിയാണ്. പക്ഷെ എന്തെന്നറിയത്തില്ല, ഞാൻ തൊട്ട് താഴെയുള്ള ഇലക്ട്രിക് കടയിലോട്ട് പോയി ചോദിച്ചു, എനിക്കൊരു 10 ഫാൻ തരുമെന്ന് ചോദിച്ചു. അയാൾ അതേന്ന് തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ ഫാൻ മേടിച്ച് അച്ഛന് ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്നും ആ സഭയ്ക്കകത്ത് ആ ഫാൻ കറങ്ങുന്നുണ്ട്. അദ്ദേഹം വളരെ സന്തോഷവനായി. അങ്ങനെ ആ CSI ചർച്ചിലേക്ക് ഞങ്ങൾ കാലക്രമേണ പോകുവാൻ ഇടയായി തീർന്നു. ഈ CSI ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ബത്തേൽ ഐക്യ കൺവെൻഷൻ എന്ന കൺവെൻഷൻ. ഏണിക്കര എന്ന സ്ഥലത്ത്, ഏണിക്കര എന്ന് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, ബത്തേൽ ഐക്യ കൺവെൻഷൻ എന്ന കൺവെൻഷൻ 2007 1996 ഞാൻ വിവാഹം കഴിച്ചു. 2006 ഞാൻ ഈ ഏണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വസ്തു മേടിച്ചു. ഏപ്രിൽ മാസം 30-ാം തീയതി ഞാൻ വീട് പാല് കാച്ച് കയറി. അത് കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 1-ാം തീയതി ആയപ്പോൾ ഞാൻ മദ്യപാനം നിർത്തി, സകലതും നിർത്തി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ സണ്ണി എന്ന് പറയുന്ന സഹോദരൻ എല്ലാവരോടും പറയുകയാണ്, അനിൽ എന്ന് പറയുന്ന ആള്, ഈ അനിൽ ബ്രദർ ആഗസ്റ്റ് മാസം 1-ാം തീയതി എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ പോവുകയാണ്. ഞാൻ അറിയാതെ എന്റെ ഓഫീസുകളിലൊക്കെ വന്നിരിക്കാൻ സ്ഥിരം പറയുമായിരുന്നു, എനിക്ക് ഒരിക്കലും ആ സണ്ണിയെ മറക്കാൻ പറ്റത്തില്ല. ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനപൂർവ്വം, ദൈവം ഒരു ദൂതനെ പോലെയാണ് ആ സണ്ണിയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ കടക്കാർ മുഴുവൻ ഒരു ദിവസം വന്ന് നിൽക്കുമ്പോൾ, എന്റെ ഭാര്യ കരഞ്ഞ് വളരെ വിലപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, കടക്കാരിൽ ഒരുത്തൻ എന്നോട് ചോദിച്ചൊരു പദമുണ്ട്, നിന്റെ കടം വീട്ടേണ്ട ആവശ്യമില്ല, നിന്റെ കടമെല്ലാം വീട്ടേണ്ട ഒരാൾ ഇവിടെ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ വളരെ നിരുത്സാഹപ്പെടുത്തി, എന്നെ ദേഷ്യപ്പെടുത്തി. അത് ഈ സണ്ണി എന്ന് പറഞ്ഞ സഹോദരൻ കേട്ടുകൊണ്ട് ഞാൻ കരഞ്ഞുപോയി. എന്റെ ഭാര്യയും കരഞ്ഞു, എന്റെ മക്കളും കരഞ്ഞു. കാരണം കടം വാങ്ങിക്കാൻ വന്ന കടക്കാരൻ ഞങ്ങളെ വിലപേശുന്ന നിലവാരത്തിലേക്ക് എത്തി. അന്ന് ആ സണ്ണി വീട്ടിൽ ചെന്നിട്ട് തന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന ഏകദേശം 10-25 പൗണ്ട് സ്വർണം കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ഞങ്ങൾക്ക് ആ പണം ഞങ്ങളുടെ കയ്യിൽ തന്നു. സണ്ണി അവിടുത്തെ ഒരു പാർട്ടിയുടെ നേതാവും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കിന് അവിടുത്തെ ആൾക്കാർക്ക് മുഖവിലയ്ക്ക് എടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ സണ്ണി ആ പണം തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കടമെല്ലാം വീട്ടാൻ പറഞ്ഞു. എന്റെ ബന്ധുക്കളോ ചാർച്ചക്കാരോ സുഹൃത്തുക്കളോ ആരും ചെയ്യാത്ത, എന്നിൽ നിന്ന് നന്മ പറ്റിയവരുണ്ട്, അനേകം പേരുണ്ട്. അങ്ങനെ സണ്ണി എന്ന സഹോദരൻ പറഞ്ഞ ആ കൂട്ടായ്മയിലേക്ക് എനിക്ക് കടന്നു പോകുവാൻ ദൈവം സാഹചര്യം ഒരുക്കി. അപ്പോൾ തന്നെ എന്റെ ജീവിതത്തിന്റെ ഒരു തിരിവ് സംഭവിക്കുന്ന സമയത്ത് സാത്താൻ എന്നെ പലപ്പോഴായി പിടിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന സംഘടന നേതാക്കന്മാർ എന്നെ കാണുവാൻ എന്റെ ഓഫീസിൽ വരികയും, നീ ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞ് എന്നെ ശാസിക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്, ആ സ്ഥലത്ത് നടക്കുന്ന കൺവെൻഷൻ ഒന്ന് കലക്കണം.
അതിന് അവരെന്നെ നിയോഗിക്കുക. ഞാന് വളരെ പ്രതികൂലത്തിലും ഭയങ്കര ക്രൈസിസിലുമായി തീരുവാൻ ഇടയായിത്തീർന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം, ഞാൻ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം ഏകദേശം 16 വയസ്സ് മുതൽ 15-16 വയസ്സ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 25-30 വർഷം പ്രവർത്തിച്ച സംഘടന പറയുകയാണ്, ആ മീറ്റിംഗ് കലക്കണം, ആ മീറ്റിങ്ങിനകത്ത് നീ ഒരു തലവേദനയായി മാറണം. അങ്ങനെ അവരെന്നെ നിയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷെ അപ്പോഴും ബഥേൽ ഐക്യ കൺവെൻഷന്റെ കാര്യങ്ങൾ എന്റെ ഭാര്യയും മക്കളും ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭാര്യയോട് വളരെ കർക്കശമായി വന്ന് പറഞ്ഞു, ഇവർ ഉടായ്പ കാണിക്കുകയാണ്, ഇവരാള് ശരിയല്ല, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരും. ആ സമയത്ത് തന്നെ ഞാൻ ഈ മീറ്റിംഗ് ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഭാര്യയും മക്കളും ഒക്കെ ബഥേൽ ഐക്യ കൺവെൻഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ രാത്രി മദ്യപിച്ച് വീണ്ടും എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയോട് വഴക്കിടും. നീ ഈ മീറ്റിങ്ങിന് പോകാൻ പാടില്ല, തലമുറകൾ പോകാൻ പാടില്ല, ഇത് ഉടായ്പാണ്, ഇവര് കൺകെട്ട് വിദ്യ കാണിക്കാൻ നമ്മളെ ഈ മതത്തിലേക്ക് ചേർക്കുവാൻ അവര് താല്പര്യപ്പെടുകയാണ്, നമ്മൾ ഹിന്ദുത്വ രീതിയിൽ തന്നെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ധാർഷ്ട്യം ഞാൻ പ്രഖ്യാപിക്കുകയും അങ്ങനെ എന്റെ കുടുംബത്തിനകത്ത് അന്ന് വീണ്ടും അടിയും വഴക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്ത് എന്റെ ഭാര്യ ഈ സണ്ണി എന്ന് പറയുന്ന സഹോദരനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ സംടൈംസ് എന്റെ അകത്തൊരു പൈശാചിക തലം ഊരിത്തിരിഞ്ഞു വരും. അത് എന്റെ വീട്ടിനകത്ത് ഞാൻ കയറുമ്പോൾ മൃഗീയമായ രീതിയിൽ അത് എന്ത് ചെയ്യും, പ്രകടമാക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ മീറ്റിംഗ് സെപ്റ്റംബർ മാസം 21, 22, 23, 2007 ബഥേൽ ഐക്യ കൺവെൻഷൻ നടക്കുന്നു. ആ മീറ്റിംഗ് കലക്കണം, അതാണ് എന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ആ മീറ്റിങ്ങിനെ തകർക്കണം. ഇങ്ങനെയാണ് എന്റെ സംഘടന എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അന്ന് രാവിലെ, ഈ കൺവെൻഷൻ നടക്കുന്ന അന്ന് രാവിലെ, ഹല്ലേലൂയ, ഞാൻ ഈ സണ്ണി എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ചോറ് കൊണ്ടുപോകുന്നതിന് ഒരു ഇല വെട്ടാനായിട്ട് പോവുകയാണ് എന്റെ ആക്ടിവ സ്കൂട്ടറിൽ. പക്ഷേ അതിന്റെ തലേ ദിവസം ആ മീറ്റിംഗിന്റെ ആർച്ച് ഈ സുവിശേഷ വിരോധികൾ കത്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സുവിശേഷ വിരോധികൾ കത്തിച്ചത് കൊണ്ട് നെടുമങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടറും കൂട്ടരും അത് അന്വേഷിക്കാനായിട്ട് ഈ സണ്ണിയുടെ സഹോദരനായ സുദർശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് വണ്ടി തിരിക്കുന്ന വേളയിൽ എന്റെ വണ്ടിയുമായി ഒന്ന് ഉരസുകയും ഞാനും ഈ സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടൊക്കെ വലിയ ഉന്തും തള്ളും ഒക്കെ ആകുകയും, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു BSNL ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ, അദ്ദേഹം ഒന്ന് സാറേ അദ്ദേഹം ഒരു BSNL ഓഫീസറാണെന്നൊക്കെ പറയുകയും അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിടിയും വലിയൊക്കെ ആയി പരസ്പരം പിരിഞ്ഞു പോവുകയും അന്ന് കൺവെൻഷൻ നടക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് ഞാൻ ജോലിക്ക് പോയില്ല. ഞാൻ നേരെ തന്നെ ഞാൻ മദ്യപിക്കാനായിട്ട് കടന്നുപോയി. മദ്യപിച്ച് ഞാൻ മീറ്റിംഗ് സ്ഥലത്തേക്ക് വന്ന് എന്റെ ഭാര്യ മക്കളും ഞാൻ അറിയാതെ തന്നെ മീറ്റിംഗിലേക്ക് പോകുവാൻ ഇടയായിരുന്നു. അങ്ങനെ ആ മീറ്റിംഗിനകത്ത് വെച്ച് ഈ മീറ്റിംഗ് കലക്കാനായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ മീറ്റിംഗ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ഈ മീറ്റിംഗിന് എങ്ങനെയെങ്കിലും ഒരു രഹസ്യ സ്വഭാവത്തിൽ ഇല്ലാതാക്കുവാൻ വേണ്ടി എന്റെ സംഘടന നിയോഗിച്ച് അവരും റോഡിന്റെ സൈഡിൽ എന്നെ ആക്കിയിട്ട് കാത്തു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മീറ്റിംഗിനകത്ത് ഞാൻ ആ മീറ്റിംഗിനകത്ത് ഇരിപ്പുണ്ട്, പക്ഷെ ആ മീറ്റിംഗിന് സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ അത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ചിലത് നമ്മൾ അസത്യങ്ങളെ ആക്കി വെക്കേണ്ട അത്യാവശ്യം, ചിലത് നമ്മൾ രഹസ്യങ്ങളാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ വിശ്വസ്തത കാണിക്കണം എന്നുള്ള ബോധ്യത്തിൽ അന്ന് ആ മീറ്റിംഗ് കലക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ മീറ്റിംഗ് കലക്കാൻ പോയ എന്നെ അന്ന് അവിടെ വന്ന് പ്രസംഗിച്ച ദൈവദാസൻ എന്റെ പേര് വിളിച്ചു, അനിൽ കുമാർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ എണീറ്റില്ല. പക്ഷേ അനിൽ കുമാർ ബെന്നീസ് എന്ന് വിളിച്ചു. എന്റെ അപ്പന്റെ പേര് ബെന്നീസ് എന്നായിരുന്നു. സ്തോത്രം. എന്റെ സകല കാര്യങ്ങളും മൈക്കിലൂടെ അദ്ദേഹം വിളിച്ചു പറയുന്നു. ഒരു മദ്യപിച്ച് മതോമത്തനായി നിൽക്കുന്ന വ്യക്തി മീറ്റിംഗ് കലക്കുവാനായി ഇവിടെ കടന്നു വന്നു. ആ മീറ്റിംഗ് കലക്കേണ്ടതിന് വേണ്ടി അവൻ രൂപപ്പെടുത്തിയ ചില കാര്യങ്ങൾ പിശാച് തച്ചുടച്ചിട്ട് അവനെ ഇന്ന് ഈ പൊതുസ്ഥലത്ത് വെച്ചിതാ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ആ ദൈവദാസൻ പ്രസംഗിച്ച വചനമാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന പദം. ആ ദൈവദാസന്റെ ആ മെസ്സേജ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്നു. എന്റെ ജീവിതത്തിന്റെ തിരിവിന് ഒരു കാരണമായി തീർന്നു. ഒരു മീറ്റിംഗ് കലക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് അന്ന് രഹസ്യമായി എന്റെ ഭാര്യയും മക്കളും ആ മീറ്റിംഗിന് കടന്നു വരുമ്പോൾ എന്റെ പേര് വിളിക്കുന്ന സമയത്ത് എന്റെ മകൻ തിരിഞ്ഞു നോക്കുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ഒത്തിരി വോളണ്ടിയേഴ്സ് വന്ന് എന്നെ പിടിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഏറ്റവും പുറകിലായിരുന്നു. അവിടെ നിന്ന് അവരെ എന്നെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം 200-ലധികം ഭൂതം എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഏകദേശം എന്നെ പോലെ തണ്ടും തടിമെടുക്കുമുള്ള ഒരു 40 പേര് പിടിച്ചിട്ട് പോലും ഞാൻ അവരെയൊക്കെ നിഷ്പ്രയാസം തകർത്തിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരാൾ എന്നെ അടിച്ചെടുത്തിട്ടു.
അടിച്ചിട്ട് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും എന്നെ നെഞ്ചിലും കാലിലും കൈകളിലും ചവിട്ടി താഴ്ത്തി വെച്ച് എന്റെ മകൻ വന്ന് അച്ഛാന്ന് വിളിച്ച് അവിടെ നിന്ന് എന്നെ എണീപ്പിച്ച് ആ ദേവദാസൻ പറഞ്ഞു അവനെ ഉപദ്രവിക്കരുത്, സ്റ്റേജിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് എന്നെ ആക്രമിച്ചവരെല്ലാം അദ്ദേഹം പൊതു സ്ഥലത്ത് വെച്ച് എന്നെ ശാസിക്കുവാനിടയായി തീർന്നു. നിങ്ങൾ ഈ മീറ്റിംഗ് വെച്ച് എന്തിനാണെന്ന് ചോദിച്ച്, ഒരു പാപി മാനസാന്തരപ്പെടാനാണെങ്കിൽ ഈ മീറ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ അദ്ദേഹത്തിന് എന്തിനാണ് കൈവച്ചതെന്ന് ചോദിച്ച് എന്റെ മകൻ ഓടി വന്ന് അച്ഛാ എന്ന് വിളിച്ചു. എന്റെ മകൻ ജനിച്ച സമയത്ത് ലെഫ്റ്റ് കിഡ്നിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അവന്റെ കൈ കുറച്ചു നേരം ഉയർത്തി വെക്കാൻ പറ്റത്തില്ലായിരുന്നു. പെട്ടെന്ന് ആ സ്പോട്ടിൽ വെച്ച് എന്റെ മകനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കരയുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, മകനിൽ ദൈവശക്തി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം എന്റെ മകന്റെ ലെഫ്റ്റ് കിഡ്നിക്ക് സൗഖ്യമായി. 13 വയസ്സിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് 27 വയസ്സായിട്ടും എന്റെ മകനെ ഞങ്ങൾ വിശ്വാസത്തിൽ ഒന്നിനും ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം ഒരു പൊതുസ്ഥലത്ത് വെച്ച് യേശു തൊട്ടിട്ടുണ്ട്. എന്റെ മകന് സൗഖ്യം ലഭിച്ചു. അവൻ ചാടി ആ കൺവെൻഷന്റെ ആദ്യത്തെ സാക്ഷിയായി. എന്റെ മകൻ എണീറ്റ് നിന്ന് വെറും 8 വയസ്സ് പ്രായമുള്ള അരവിന്ദ് ജി എന്നോട് പറഞ്ഞു, എന്റെ കൈകൾ ഉയർത്താ, എനിക്ക് സൗഖ്യമായി, എന്റെ യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാനിടയായി. ആ സമയത്ത് എന്റെ ഭാര്യയെ കരഞ്ഞുകൊണ്ട് ഓടി വരികയും എന്റെ ഭാര്യയുടെ മാതാവ് ഇത് അറിഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ ഒന്നും മീറ്റിംഗ് ഇരിക്കുകയായിരുന്നു. അവരും ഓടി ഞങ്ങളുടെ അടുക്കുകയും എന്റെ മകളെയും മകനെയും എന്റെ ഭാര്യയും ഞങ്ങൾ ചേർത്ത് പിടിച്ച പൊതുസ്ഥലത്ത് വെച്ച് നനഞ്ഞ ചെളിയുമായിട്ട് നടന്നു പോകുമ്പോൾ രാവിലെ വഴക്കുണ്ടാക്കിയ ആ നെടുമങ്ങാടിലെ ഡിവൈഎസ്പിയും സർക്കിൾ ഇൻസ്പെക്ടറും അടുത്ത് നിൽക്കുകയാണ്. അവരെന്റെ ദേഹത്ത് കൈവച്ചു. അവർ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ അപ്പച്ചൻ, ആ കൂട്ടായ്മയുടെ നായകത്വം വഹിച്ച അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു നല്ല ദൈവദാസനാണ്. ഈ മനുഷ്യനെ നിങ്ങൾ വിട്ടാൽ ഇദ്ദേഹം ഒരു പ്രയോജനമായി മാറും. നിങ്ങൾ വിടാതെ കൊണ്ടുപോയാൽ ഇദ്ദേഹം എന്നേക്കുമായി നശിക്കപ്പെടും. അതുകൊണ്ട് 2 മക്കളെ ഓർത്ത് നിങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോകരുത് പറഞ്ഞു. അങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന എന്റെ മുമ്പിൽ ഹല്ലേലൂയ ആ പോലീസ് ഓഫീസേഴ്സ് എന്റെ കൈവിട്ട് അവർ പോകുവാനിടയായി തീർന്നു. നനഞ്ഞ ശരീരമായി എന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ എന്റെ ഭാര്യയുടെ മാതാവ് പറഞ്ഞു, നിന്റെ മേൽ എന്തോ ഒരു ശക്തി ഇറങ്ങിയിട്ടുണ്ട്, കൈവിട്ട് കളയരുത്, നല്ലതിന് നല്ലത് തന്നെയായിട്ട് തന്നെ പറയണം. അന്ന് രാത്രി എന്റെ വീട്ടിനകത്ത് എന്നേക്കുമായി ഒരു സമാധാനം ഇറങ്ങി വന്നു. അത് നമ്മുടെ യേശു കർത്താവാണ്. എന്നെ യേശു തൊട്ടു. ഒരു മീറ്റിംഗ് കലക്കാൻ പോയി, ഒരു സംവിധാനത്തെ ഇല്ലാതാക്കാൻ പോയ സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ തൊട്ടു സൗഖ്യമാക്കി. എന്റെ വീട്ടിനകത്ത് ദൈവിക സമാധാനം ഉണ്ടായി. ഞാനും എന്റെ കുടുംബവും യോശുവ പറഞ്ഞതുപോലെ ദൈവത്തെ അറിയുവാൻ ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. 21/9/2007 ഒരിക്കലും മറക്കത്തില്ല. എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. പിറ്റേ ദിവസം 2 ദിവസം മീറ്റിംഗ് ഉണ്ട്. 22-ാം തീയതി ഒരു വീട്ടിനടുത്തുള്ള ഒരാളുടെ വാടക ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിന് കടന്നു പോകാൻ ഇടയായി തീർന്നു. ഒരു പാന്റും ഒരു ഷർട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാത്രി നനച്ചിട്ട് നനഞ്ഞ ഷർട്ടും പാന്റും ഇട്ടുകൊണ്ട് ഞാനും എന്റെ മകനും മകളും ഭാര്യയുമായിട്ട് എന്റെ ഭാര്യയുടെ മാതാവുമായിട്ട് ആ 2 ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ആ 3 ദിവസവും പ്രസംഗിച്ച വാക്യം ഇതാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹീബ്രു 13:8. ഒരിക്കലും മറന്നു പോരുത്. നമ്മുടെ ജനിച്ച നാൾ മറന്നു കാണും, അപ്പന്റെ പേര് മറക്കും, അമ്മയുടെ പേര് മറക്കും, നമ്മൾ പഠിച്ച സ്കൂളിന്റെ പേര് മറക്കും. നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദിവസം മാറിപ്പോകരുത്, നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന വചനം മാറിപ്പോകരുത്. അന്ന് ആ പൊതു സ്ഥലത്ത് വെച്ച് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞാനും എന്റെ കുടുംബവും ആ സ്ഥലത്ത് വെച്ച് ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ആ കർത്താവിന്റെ ദാസൻ, ആ ദാസന്റെ ചർച്ചിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. ആ കർത്താവിന്റെ ദാസന്റെ പേര് ഇതാണ്, ബ്രദർ സുരേഷ് ബാബു. ഹല്ലേലൂയ. ആ വലിയ ദൈവദാസന്റെ ആ ഒരു കൈക്കീഴിൽ 22/10/2007 സ്നാനപ്പെടുവാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും മഹാഭാഗ്യം ലഭിച്ചു. ആ ശക്തനായ ദൈവദാസനെ, കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ശക്തനായ സുവിശേഷകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ സ്വർഗം എന്നെ ഇടയാക്കി. ആ സഭയിലേക്ക് അവർ തരുന്ന ഒരു ഭാം പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളെ വിളിക്കുകയും ഞാനും എന്റെ ഭാര്യയും മക്കളുമായിട്ട് ബ്രദർ സുരേഷ് ബാബുവിന്റെ ഓഫീസിലേക്ക് പോവുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് പറയുകയും അദ്ദേഹം ഞങ്ങളെ കൗൺസിൽ ചെയ്ത് ഞങ്ങളെ അയാൾ വചനത്തിൽ ഉറപ്പിച്ചു പോന്നു. ഒരു നല്ല ദൈവദാസന്റെ കീഴിൽ നമ്മൾ ആയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. ആ നല്ല സുവിശേഷകന്റെ, ആ നല്ല കർത്താവിന്റെ ദാസന്റെ കൈക്കീഴിൽ ഞാനും എന്റെ ഭാര്യയും 22/10/2007 സ്നാനപ്പെട്ടു. അന്ന് എനിക്ക് മനസ്സിലായി, എന്നെ ദൈവം അറിഞ്ഞു, ദൈവം എന്നെ വിളിച്ചു, എന്നെ വേർതിരിച്ചു. അന്ന് മുതൽ എന്റെ വീട്ടിൽ സമാധാനമുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്തു വെച്ച പൂജാകർമ്മങ്ങൾ കാരണം വീട്ടിനകത്ത് വീണ്ടും അസമാധാനം വന്നു. ആ അസമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ തുടർമാനമായി സംഭവിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ബ്രദർ സുരേഷ് ബാബുവിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വന്ന് സകലതിനെയും എടുത്തു കളഞ്ഞു. എന്റെ ഭവനത്തിനകത്ത് അസമാധാനത്തിന്റെ തിരി
എന്നേക്കുമായി നീക്കുവാനിടയായി തീർന്നു. എന്റെ ഭാര്യയ്ക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാനിടയായി തീർന്നു. എന്റെ ഭാര്യയ്ക്ക് ചില രോഗങ്ങൾ ഉണ്ടാകുവാനായി തീർന്നു. പല കഷ്ടതകളിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയി. പക്ഷെ ആ കഷ്ടതകളുടെ നടുവിലും എന്റെ കുടുംബത്തിൽ പലരും ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എന്റെ സഹോദരൻ പോലും എന്നെ ചവിട്ടി പുറത്താക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ അവരുടെ എല്ലാം നടുവിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഈ സത്യവേദ പുസ്തകത്തെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു, ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ആ കഴുത്ത് അറ്റുപോയാലും ഞാൻ എന്റെ യേശുവിനെ കൈവിടത്തില്ല. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. TPM ഉപദേശിയെ ഓട്ടിച്ചിട്ട് അടിച്ച് അയാൾ ചള്ളയിൽ വീണ് ചാടി എണീറ്റ് പോകുമ്പോൾ ആ ബൈബിൾ എടുത്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, നീ ഒരു ദിവസം ഇതിനെ ഉയർത്തിപ്പിടിക്കും. അന്ന് രാത്രി ചൂട്ട് കത്തിച്ചു വന്നവന്റെ കയ്യിൽ നിന്നും ചൂട്ട് പിടിച്ചു മാറ്റി ബൈബിൾ കത്തിച്ച് കണ്ടത്തിലേക്ക് എറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, നീ യേശുവിന്റെ സാക്ഷിയായി മാറും. ഇന്ന് ഈ ആരോമ TV-യുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സാക്ഷിയാകുമ്പോൾ ഒരു കാര്യം അറിയാം, ദൂത് പറഞ്ഞവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവരെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ അടിച്ച ദൈവദാസന്മാരെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവർ അടി കൊണ്ട് ഓടുമ്പോഴും പറഞ്ഞൊരു പദമുണ്ട്, നിന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്, നിന്നെ യേശു വിളിക്കുന്നുണ്ട്, യേശു നിന്നെ അവന്റെ വേലയ്ക്കായി വേർതിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇത് പറയുമ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ ഒരു വല്ലാത്ത ആത്മീയ അന്തരീക്ഷം വരികയാണ്. ഞാൻ ഇരിക്കുന്ന റൂമിനകത്ത് ദൈവ സാന്നിധ്യം വരികയാണ്. നിങ്ങൾക്കറിയാമോ എന്റെ പ്രിയ സഹോദരങ്ങളെ, മരിക്കപ്പെടേണ്ട സ്ഥലത്ത് പേപ്പട്ടി പോലെ കടിച്ച് റോഡിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് മരിക്കേണ്ട എന്റെ കുടുംബത്തെ എന്റെ യേശു സൗഖ്യമാക്കി. എന്റെ യേശു ഞങ്ങളെ വിടുവിച്ചു. പാപികളെ അവൻ ഇന്നും രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. മാനസാന്തരത്തിന്റെ സുവിശേഷം ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തി. ആ യേശുവിനെ ഞങ്ങൾക്ക് അറിയുവാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞു. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ജനിച്ച നല്ല ഭാഗ്യം, ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന നല്ല കുടുംബം. എന്റെ പേരിന്റെ കൂടെ ഡിഗ്രി ഉള്ളതോ, എന്റെ വീട്ടിനകത്ത് എത്ര കാറുകൾ കിടക്കുന്നതോ, ഞാൻ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു കൊട്ടാരതുല്യമായ ജീവിതശൈലി ജീവിക്കുന്നതല്ല. ഈ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി പാപത്തെ ചുമന്ന് ഈ കാൽവരിയുടെ കൊലക്കലത്തിൽ യാഗമായ യേശു കർത്താവിനെ അറിയാൻ കഴിഞ്ഞു. അതാണ് ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ ഓഫീസിനകത്ത് ഞാൻ അടിമുടി മാറി. ഞാൻ അറിഞ്ഞ ദൈവത്തെ കുറിച്ച് പറയുവാൻ എന്റെ അകത്ത് ദ്വരയുണ്ടായി. ജോലിക്ക് പോയിട്ട് തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ എന്റെ ഭാര്യയുടെ ഓഫീസിലെ സെക്രട്ടറിയുടെ നടുവിൽ 4 ഗേറ്റിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ഭാര്യ മക്കളും ട്രാക്ട് കൊടുക്കും. ഞങ്ങൾ അറിഞ്ഞ ദൈവത്തെ ഞങ്ങൾ ട്രാക്ട് അടിച്ച് വിളംബരം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ അറിഞ്ഞ ദൈവത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരും, എന്റെ മക്കളെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു ബോണ്ടയും ഒരു ചായയും മാറ്റി കൊടുക്കും. ഒരു ആക്റ്റീവ സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിനകത്ത് എന്റെ മക്കളുടെ ബാഗ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ 4 ഗേറ്റിലേക്ക്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് 4 ഗേറ്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത് യേശുവിന്റെ സാക്ഷ്യമായി ട്രാക്റ്റുകൾ കൊടുക്കാം. വൈകുന്നേരം നല്ല ദൈവദാസന്മാർ വിളിച്ച് സാക്ഷ്യം പറയും. അവിടെ എല്ലാം ചെന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ പ്രാന്തപ്രദേശങ്ങളിൽ ചെന്ന് യേശു നിങ്ങളെ വിടുവിക്കുന്നു, യേശു നിങ്ങളെ വിടുവിക്കുന്നു. ഒരിക്കൽ ഒറ്റശേഖരം അങ്ങനെ എന്ന് പറയുന്ന വെള്ളറടയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. എന്റെ സാക്ഷ്യം പറയുന്നു. ബിവറേജ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാൻ നിന്ന ഒരു വ്യക്തി മദ്യം വാങ്ങാതെ തിരിച്ചു വന്നിട്ട് സ്വന്തം യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചു. മദ്യം വാങ്ങാൻ വന്ന് നിന്ന ആളാണ്. എന്റെ സാക്ഷ്യം കേട്ട്, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞ്, എന്റെ ഭാര്യയുടെ സാക്ഷ്യം കേട്ടിട്ട് മദ്യം വാങ്ങാൻ വന്ന് നിന്ന ആ വ്യക്തി എന്റെയും എന്റെ ഭാര്യയുടെയും സാക്ഷ്യം കേട്ടിട്ട് മദ്യം വാങ്ങാതെ തിരിച്ചു വന്ന ആ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് ഇന്നും അന്തസ്സായി ഒരു സുവിശേഷ വേല ചെയ്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ അനേകായിരം പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ സാക്ഷ്യം ഒരു മുഖാന്തരമായി മാറിയിട്ടുണ്ട്. ഇന്ന് വരെ ഈ 18 വർഷമായി യേശുവിനെ അറിഞ്ഞിട്ട് ഒരു മുഖ്യധാരയിൽ വന്ന് ഞാൻ ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പറയേണ്ടത് യേശുവിന്റെ സാക്ഷ്യമാണ്. ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള സാക്ഷ്യത്തിന്റെ ക്ലിപ്പുകൾ ചെന്നപ്പോഴാണ് അഭിഷിക്തന്മാർ ഓരോരുത്തരും പറഞ്ഞത്, നിങ്ങളുടെ മെസ്സേജ് അനേകം പേർക്ക് അനുഗ്രഹമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ സാക്ഷ്യം മറ്റൊരാളിനില്ല. അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ അറിയിക്കുമ്പോൾ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. ഒരു പാവി മാനസാന്തരപ്പെട്ടാൽ ലോകത്തിലെ സകല ജനത്തെക്കാളും സ്വർഗം സന്തോഷിക്കും. അതുകൊണ്ട് ഒരു പാപി മാനസാന്തരപ്പെടുന്നത് മുഴു ലോകത്തെക്കാൾ വലുതാണെന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തകർന്നു പോകേണ്ട, ഉടഞ്ഞു പോകേണ്ട, തീർന്നു പോകേണ്ട, പട്ടുപോകേണ്ട, പെട്ടുപോകേണ്ട. എന്റെ കുടുംബത്തിലെ സകല പേരും പറഞ്ഞു, നിങ്ങൾ പട്ടുപോകും, പെട്ടുപോകും, നിങ്ങൾ ഉടഞ്ഞു പോകും, തകർന്നു പോകും.
ശപിച്ചു, ശാപവാക്കിട്ടോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, വിളിച്ച ദൈവത്തെ ഞങ്ങൾ ഒരിക്കലും മാറ്റി പറയത്തില്ല. ഞങ്ങളെ മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ഞങ്ങൾ എന്നേക്കുമായി നരകത്തിൽ നിന്നും രക്ഷിച്ച യേശുവിനെ ഞങ്ങൾ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. ഈ ലോകത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. സംസാരിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമുണ്ട്. 33 തിരുവയസ്സിൽ ലോകത്ത് നമുക്ക് തുല്യനായി ജീവിച്ച് കാണിച്ച് അവൻ നമുക്ക് മാതൃക വെച്ചേച്ചു പോയ ഒരു ദൈവമാണ്. ആ ദൈവത്തെ മാത്രമേ ഞാൻ സുവിശേഷീകരിക്കത്തുള്ളൂ. ആ സുവിശേഷം ഞാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പറയും. അങ്ങനെ എന്റെ ഓഫീസിനകത്ത് നിരന്തരമായി ഒരു ഗുണ്ടയായി എന്നെ അറിയപ്പെടുന്നത് മൊട്ട അനിൽ എന്നാണ്. ഗുണ്ട അനിൽ എന്ന് അറിയപ്പെടുന്നത്. എന്റെ ഓഫീസിനകത്തുള്ള ഓഫീസർമാരെല്ലാം എന്നെ പാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങി, എന്നെ ബ്രദർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന പോസ്റ്ററുകൾ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് മുഴുവനും എനിക്ക് ഒട്ടിക്കുവാൻ കഴിഞ്ഞു. പട്ടണത്തിലെ പല കോളനിക്കകത്തും സുവിശേഷം അറിയിക്കാൻ സ്വർഗം ഇടയാക്കി. ഞാനും എന്റെ ഭാര്യയും എന്റെ 2 മക്കളും ഞങ്ങൾ ഒരുമിച്ച് ദൈവവേല ചെയ്യുവാൻ ഇടയായി. പട്ടണത്തിൽ 17 വർഷത്തിലധികമായി സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്റെ വീട്ടിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു, സ്ഥിതികൾക്ക് മാറ്റം വന്നു, പിള്ളേരുടെ ജീവിതത്തിൽ മാറ്റം വന്നു. അപ്പൻ മക്കളെ സ്നേഹിക്കുക, മക്കൾ അപ്പനെയും സ്നേഹിക്കുന്ന ഒരു സമ്പൂർണമായ കുടുംബത്തിന് അവിടെ തിരികൊളുത്തുവാൻ സ്വർഗം ഇടയാക്കി. അതൊരു മീറ്റിംഗ് ആണ്. ഒരു മീറ്റിംഗ് കലക്കാൻ പോയ സ്ഥലത്ത് നിന്ന് ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ പാപികളെ ഇന്നും രക്ഷിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. മദ്യപാനികളെ അവൻ വിടുവിക്കുന്നു. ലോകത്തിന്റെ സമാധാനത്തിന്റെ പ്രഭുവായി യേശു ഇന്നും ജീവിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഇരിക്കുന്നെങ്കിൽ ഈ ലോകത്തിലെ ആർക്കും നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയുന്ന ഒരൊറ്റ ദൈവമേ ഈ ലോകത്തുള്ളൂ. അവന്റെ പേര് നസ്രയനായ യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. ആ യേശുവിലേക്ക് ഇന്ന് നിങ്ങൾ വരണം. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്ന വ്യക്തിയല്ല, ഒരു രാജ്യം സ്ഥാപിക്കാൻ വന്ന വ്യക്തിയല്ല, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വന്ന വ്യക്തിയല്ല, ഒരു മതത്തിന്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വന്നവരല്ല. അവൻ അനാഥരെയും വിധവമാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ദൈവമാണ്. ഈ ലോകത്തിലെ സകല മേഖലകളെയും അടക്കി ഭരിക്കുന്ന സംവിധാനങ്ങളെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പദത്തെ, ഈ ലോകത്തെ ഭരിക്കുന്ന സകല സാമ്രാജ്യത്തെയും ഒരു കൈക്കീഴിൽ വെച്ചുകൊണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള പദത്തെ എന്നേക്കുമായി കാൽവരിയുടെ കൊലക്കളത്തിൽ വെച്ച് നമുക്ക് വേണ്ടി അവൻ മാറ്റി എഴുതി. അവന്റെ അവസാനത്തുള്ള രക്തവും പച്ചവെള്ളവും എനിക്ക് വേണ്ടി ചീറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടഞ്ഞുപോയ കുടുംബത്തെ, തകർന്നുപോയ കുടുംബത്തെ, ഉടഞ്ഞുപോയ പാത്രത്തെ വീണ്ടും അവൻ ഒരു മാന്യപാത്രമാക്കി മാറ്റിയതുപോലെ എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അവൻ അനുഗ്രഹിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ വർധനവ് കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ രാവിലെ തോറും എന്റെ ഭാര്യയെ സെക്രട്ടേറിയറ്റ് വിട്ടിട്ട് ഞാൻ നേരെ എന്റെ ഓഫീസിലേക്ക് പോകും. ഓഫീസിന്റെ പടിയിലെത്തുമ്പോൾ എനിക്ക് പുറകിലോട്ട് വലിയ വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല. എന്റെ അകത്ത് 21 ദിവസത്തെ ഉപവാസ കൂട്ടങ്ങൾ ചെന്നിരിക്കണം, വചനം കേൾക്കണം, വചനത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണം. അങ്ങനെ ഞാൻ ചോറ് പൊതിയും കൊണ്ട് അവിടെ ചെന്നിരിക്കും, മെസ്സേജ് കേൾക്കും, ഉച്ചയ്ക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ടുവച്ച് ആഹാരം കഴിക്കും, വൈകുന്നേരം മെസ്സേജ് 5 മണി വരെ കേൾക്കും. 5 മണിക്ക് ഓടി വന്ന് മക്കളെ വിളിക്കും, എന്നിട്ട് ഭാര്യയെ വിളിക്കും, തിരിച്ച് വീട്ടിൽ വരും. 1 മാസം കഴിഞ്ഞ് എന്റെ ഓഫീസർമാർ വീട്ടിൽ വന്നു, അനിൽ സാർ ഓഫീസിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ താമസം മാറി, എവിടെയാ പോകുന്നത് എന്നൊരു സംശയം പ്രകടിപ്പിക്കാനാണ്. ഞാൻ പറഞ്ഞു, എടി എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ലേ ഗീതെ, എനിക്ക് സുവിശേഷം അറിയിക്കണം, എനിക്ക് പ്രസംഗിക്കണം. ഞാൻ അറിഞ്ഞ സത്യം, നമ്മെ വിടുവിച്ച യേശുവിനെ കുറിച്ച് ദേശങ്ങളിലും രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് അറിയിക്കണം. ആ ഒരു ചിന്ത എന്റെ അകത്ത് കിടക്കാൻ തുടങ്ങി. ഓരോ ദിവസം 7, 14, 21, 40 ഒക്കെ നിരന്തരമായി ഉപവസിക്കാൻ തുടങ്ങി. രാത്രിയിലെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഒരു ശബ്ദം കേൾക്കണം, ഒരു ശബ്ദം കേൾക്കണം. അങ്ങനെ ദൈവം എനിക്ക് ഒരു ശബ്ദം തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനും എന്റെ ഭാര്യയുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഓഫീസിലുള്ളവർ പറയും, നിങ്ങൾ സുവിശേഷം അറിയിച്ചോ, ഓഫീസിൽ ആഴ്ചയിൽ 2 3 ദിവസം വന്നാൽ മതി. ഓഫീസർമാർ പറയും, അനിൽ സാർ സുവിശേഷം പ്രസംഗിച്ചു, നോ പ്രോബ്ലം, നിങ്ങൾ നല്ല എക്സലന്റ് വർക്കറാണ്, അതുകൊണ്ട് നിങ്ങളെ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ റിസൈൻ ചെയ്യും. അങ്ങനെ ഏകദേശം 2018 മുതൽ ഞാൻ റിസൈൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു. 19 കഴിഞ്ഞ് 20 ആയപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ദാഹം, ഈ സുവിശേഷ വേലയിൽ നിന്ന് പുറത്തു വരണം. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഞാൻ പറഞ്ഞു, ദൈവമേ ഒരു അടയാളം കാണണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ ഒരു മെസ്സേജ് കേൾക്കുന്നു,
ബി മോനച്ചൻ കായംകുളം എന്ന് പറയുന്ന കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസന്റെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: സുവിശേഷത്തിന് വേണ്ടി ജോലി രാജിവെച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് യേശുവിന് വേണ്ടി മാത്രമേ ഈ ലോകത്തിൽ ആരെങ്കിലും ഇറങ്ങിയിട്ടുള്ളൂ. മറ്റു ഒരു സംഘടന മതത്തിലുള്ളവർ അവരുടെ ജോലി ഉപേക്ഷിച്ച് അവരുടെ ദൈവത്തിന് വേണ്ടി ഇറങ്ങത്തില്ല. പക്ഷേ അത്രയും ശക്തിയുണ്ട് ഈ തിരുവചനത്തിന്, ഈ വിശുദ്ധ വേദപുസ്തകത്തിന്, ഈ യേശുക്രിസ്തുവിന്. ഈ മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എനിക്കുള്ള ദൂതാണെന്ന്. ഞാൻ പെട്ടെന്ന് എന്റെ ഭാര്യയെ, അടുത്ത് കിടന്ന ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ദൂതെന്ന് കേൾക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഈ നമ്പർ തപ്പിപ്പിടിച്ച് ഞാൻ ഈ അഭിഷിക്തനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കോവളം റൂട്ടിലുള്ള പൂവാറിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോവുകയാണ്, നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു, ആ പോകുന്ന വഴിക്ക് അനന്തപുരി ഒരു ഹോസ്പിറ്റലുണ്ട്, അതിന്റെ ക്യാൻറ്റീനിൽ വെച്ച് കാണാം. അങ്ങനെ പാസ്റ്റർ വണ്ടി കൊണ്ട് അവിടെ കയറ്റി ഞാൻ അവിടെ എത്തി, എന്റെ റിസൈൻ ലെറ്റർ കൊടുത്തു. ആ ക്യാൻറ്റീനകത്ത് വെച്ച് 2 ജ്യൂസ് പാസ്റ്റർ തന്നെ 2 ജ്യൂസ് മേടിച്ച് തന്ന് കുടിച്ച് ആ VRSന്റെ പേപ്പർ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഒപ്പുവെച്ച് ആ അനന്തപുരി ഹോസ്പിറ്റലിൽ നിന്നും എന്റെ ഓഫീസിലേക്ക് ഞാൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ റിസൈൻ ലെറ്റർ തന്നിരിക്കുകയാണ്. അങ്ങനെ ഫെബ്രുവരി മാസം 29, 2020 ഞാൻ ജോലിയിൽ നിന്നും സ്വമേധ വിരമിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ സുവിശേഷ വേല ചെയ്യാവൂ. അല്ലെങ്കിൽ ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാം. പക്ഷെ എന്റെ വിളിയല്ല നിങ്ങളുടെ വിളി. എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും, അവർക്കാർക്കും എന്റെ വിളിയല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക വിളിയാണ്. എല്ലാവർക്കും ഒറ്റ വിളിയേ ഉള്ളൂ, അത് പരമവിളിയാണ്. ആ പരമവിളിയുടെ ലാക്കിലേക്ക് നാം ഓടണമെങ്കിൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. റിസൈൻ ലെറ്റർ കൊടുത്ത് വീട്ടിൽ വന്ന് 10-20 ദിവസമൊക്കെ ഞാൻ റെസ്റ്റ് എടുത്തു. പക്ഷേ ആ സമയത്ത് കൊറോണ പൊട്ടി പുറപ്പെടുത്തത്. ഹല്ലേലൂയ. ഫെബ്രുവരി മാസം ഞാൻ 29/2/2020 ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. 1-3 ആയപ്പോൾ കൊറോണ ഇറ്റലിയിൽ വ്യാപിച്ചു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്തു. 23-ാം തീയതി മുതൽ ഞാൻ 7 ദിവസത്തെ മീറ്റിംഗ് എന്റെ നാട്ടിൽ ഞാൻ വെക്കുവാൻ ഇടയായി തീർന്നു. ആ 23-ാം തീയതി അന്ന് രാത്രി ലോക്ക്ഡൌണും ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു. മാർച്ച് മാസം 22-ാം തീയതി രാത്രിയില് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. എന്റെ മീറ്റിംഗ് അവിടെ വെച്ച് ഫ്ലോപ്പായി. നോട്ടീസും സകലമായ കാര്യങ്ങളും ചെയ്ത് ഏകദേശം 2 ലക്ഷം രൂപ ചെലവാക്കി. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. പലരും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ തീരുമാനം തെറ്റായിപ്പോയി, അനിൽ പാസ്റ്റർ എടുത്ത ഡിസിഷൻ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തെറ്റിയാലും അണ്ടകടാകത്തിൽ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് തെറ്റത്തില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഞാൻ ആ കൊറോണ സമയത്ത് എന്റെ വീട്ടിനകത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി. അതെന്റെ പരീക്ഷണ ഘട്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ പരീക്ഷണശാലയ്ക്കകത്ത് ഞാൻ ഇരിക്കുന്ന ഒരു കാഴ്ച എനിക്കുണ്ടായി. ആ 2020-21 കാലഘട്ടങ്ങളിൽ കൊറോണ വരുമ്പോൾ ഞാൻ ഏകദേശം 3 പ്രാവശ്യം കൂടി ഈ ബൈബിൾ വായിച്ചു തീർത്തു. അങ്ങനെ 45-ലധികം പ്രാവശ്യം ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ സ്വർഗം ഇടവരുത്തുവാൻ ഇടയായി തീർന്നു. ഞാനും എന്റെ ഭാര്യയും എന്റെ വീട്ടിനകത്താണ്. എന്റെ മകൾ, എന്റെ ഭാര്യയുടെ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് സിറ്റിയിലെ വീട്ടിനകത്താണ് താമസിച്ചത്. എന്റെ ഭാര്യയ്ക്കും എനിക്കും കൊറോണ വന്നില്ല. പക്ഷേ സാർക്ക് 2 വന്നു. എന്റെ ഭാര്യയ്ക്ക് ആദ്യം സൗഖ്യമായി, രണ്ടാമത് എനിക്ക് പിടിപെട്ടു. എന്റെ ശരീരമാസകരെ ചുവന്നു തുടുത്തു, എന്റെ കണ്ണുകൾ പുറത്തു വന്നു. ഭയപ്പെട്ടുകൊണ്ട് എന്റെ മകളെ വിളിച്ചു പറഞ്ഞു, എന്റെ ഭാര്യയെ ഞാൻ അവിടെ നിന്ന് മാറ്റുവാൻ ഇടയായി. ഒറ്റയ്ക്ക് കടന്നു പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചോപ്പ് കൊടിയൊക്കെ കെട്ടി എന്റെ വീട്ടിനകത്ത് സീൽ ചെയ്തു. ഒറ്റയ്ക്ക് ആ ടെറസിന്റെ മുകളിൽ 2ാമത്തെ നിലയുടെ മുകളിൽ ഒറ്റയ്ക്ക് കിടക്കുവാൻ ഇടയായി തീർന്നു. ആ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്തും അതിൽ ഒരു വെള്ളം എടുത്തു തരാൻ ആരുമില്ല. ശരീരമെല്ലാം വരിഞ്ഞു മുറുക്കുന്നത് പോലെ, വാരിയെല്ലുകളെല്ലാം ഒടിയുന്നത് പോലെയൊക്കെ തോന്നി. ഹൃദയത്തിന്റെ മാംസപേശികളെല്ലാം വലിഞ്ഞു മുറുകുന്ന ഒരു മരണത്തിന്റെ ഭീതി എന്നകത്ത് വേട്ടയാടാൻ തുടങ്ങി. അന്ന് രാത്രികളിലൊക്കെ മരണഭീതി കൊണ്ട് ഞാൻ പേടിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ഞാൻ പേടിച്ചിരിക്കുന്ന ഒരു രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ദൈവമേ, നീ എന്നെ വിളിച്ചു വേർതിരിച്ചു. ഒരു സുവിശേഷ വിരോധിയായിരുന്നു. 3 പ്രാവശ്യം ബൈബിൾ കത്തിച്ചവനാണ്. ഈ ലോകത്തിൽ ഒരിക്കലും ജീവിക്കാൻ ഒരു യോഗ്യതയും ഇല്ല. എത്രയോ പ്രാവശ്യം മരിച്ച് അടക്കപ്പെട്ട് കഴിയേണ്ട സമയം കഴിഞ്ഞു. എന്നെ വിളിച്ചു വേർതിരിച്ചു. പക്ഷേ എങ്കിൽ എന്റെ ജീവന് ഒരു അപകടം ഉണ്ടാകരുത്. എനിക്ക് ജീവിച്ചിരുന്ന് നിന്റെ സുവിശേഷത്തെ അറിയിക്കണം. എനിക്ക് നിനക്ക് വേണ്ടി മരിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ഇഷ്ടമില്ല. എനിക്ക് ജീവിച്ചിരുന്ന് എന്റെ യേശുവിനെ ദീർഘായുസ്സോടെ എനിക്ക് സുവിശേഷീകരിക്കണം. ഞാൻ 100 വയസ്സിലധികമായി ജീവിച്ചിരുന്ന് എന്റെ യേശുവിന് വേണ്ടി ഞാൻ സുവിശേഷം പറയണം. അന്ന് രാത്രിയിലാണ് എനിക്ക് സ്വർഗം ഒരു പാട്ട് തന്നത്. കരുണയിൽ നായകനെ എന്നൊരു പാട്ട്, കൃപയുടെ നാഥനെ എന്ന പാട്ട്. അനിൽ അടൂരിന്റെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അടിച്ചു നോക്കിയാൽ കരുണയിൽ നായകൻ എന്നുള്ള ആ പാട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അന്ന് രാത്രി സ്വർഗം എന്റെ മുമ്പിൽ ഇറങ്ങി, ഒരു തീ പോലെ ഇറങ്ങിയിട്ട് എന്റെ ശരീരത്തെ തൊട്ട് സൗഖ്യമാക്കി. പിറ്റേ ദിവസം ഞാൻ ഊർജ്ജസ്വലനായി എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ തൊടുവാൻ അന്ന് രാത്രി ദൈവം എന്നോട് സന്ദർശിച്ചു പറഞ്ഞു, നീ ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ, ഓരോ ഗ്രാമങ്ങൾക്കോയി
അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ഒരു ശബ്ദം എന്റെ കർണപടത്തിൽ കേൾക്കുവാനിടയായി. ദൈവ ശബ്ദം കേൾക്കുന്ന കാതുകളായി നമ്മുടെ കാതുകൾ മാറണം. അന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു, 29 സംസ്ഥാനത്തിനകത്തും 4 രാജ്യത്തിനകത്തും നീ കടന്നുപോയി പ്രാർത്ഥിക്കണം. ഓരോ ഗ്രാമങ്ങളും നീ സന്ദർശിക്കണം. അങ്ങനെ ഇന്ത്യയുടെ 29 സംസ്ഥാനവും 4 രാജ്യങ്ങൾ, മ്യാൻമർ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ 4 രാജ്യങ്ങൾ, ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളും ഞാൻ സന്ദർശിക്കാൻ ഇടയായി തീർന്നു. ഞാൻ ഒരിക്കലും പോകാത്ത സ്ഥലങ്ങൾ, ഞാൻ ഒരിക്കലും ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ, തവാങ് പോലത്തെ അരുണാചൽ പ്രദേശിലെ ഏറ്റവും അങ്ങ് ബോർഡറിൽ കിടക്കുന്ന ബുംല പാസ്, അതിന്റെയൊക്കെ മുകളിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ, ചൈനയുടെ ബോർഡർ വരെ എത്തുവാൻ, അല്ലെങ്കിൽ സിക്കിമിൽ ചെന്നിട്ട് ലുംല പാസിലേക്ക് അടുത്ത് കൊല്ലുവാൻ, 29 സംസ്ഥാനത്തിനകത്തും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കാൻ സ്വർഗം എനിക്ക് ഇടയാക്കി. ഹല്ലേലൂയ. നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി, രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഏകദേശം 4 ദിനരാത്രങ്ങൾ എടുത്ത്, മിസോറാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ 3 രാത്രി എടുക്കേണ്ടി വന്നു. 2 രാത്രി കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്ന്, ഭാഷ പോലും അറിയാതെ മണ്ണിടിഞ്ഞ് വഴി പോലും തകർന്നു കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ എല്ലാം ദൈവത്തിന് വേണ്ടി ഓടുവാൻ സ്വർഗം ഇടവരുത്തി. പലരും പറഞ്ഞു ജോലി രാജിവെച്ചത് തെറ്റായി പോയി. ഏകദേശം 1.5 ലക്ഷം ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് 1 രൂപ പോലും വരുമാനമില്ലാതെ ഇരിക്കുമ്പോൾ നിന്നെ ആര് സഹായിക്കുമെന്ന് പറഞ്ഞു. ഉറ്റവരും ഉടവരും ചാർച്ചക്കാരും ബന്ധുക്കളും സ്നേഹിച്ചവരെല്ലാവരും കൈവിട്ടു. പക്ഷേ വിളിച്ച ദൈവം കൈവിട്ടിട്ടില്ല. ആ ദൈവം വിശ്വസ്തനാണ്. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ ത്യജിച്ചാലും, ആരൊക്കെ ഞങ്ങളെ മറന്നാലും വിളിച്ച ദൈവം മറന്നിട്ടില്ല. ദൗത്യം നിന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിളിച്ചത് ദൈവമാണെങ്കിൽ, ആ വിളി നിന്റെ മേൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നിന്റെ അഭിഷേകം. That's your calling, that's your anointing. നിന്റെ അഭിഷേകം നിന്റെ വിളിയാണ്. നിന്റെ വിളിയാണ് നിന്റെ അഭിഷേകം. നിന്റെ വിളിയാണ് നിന്റെ അഭിഷേകം. നിന്റെ വിളിയാണ് നിന്റെ അഭിഷേകം. ആ ദൈവം കൈവിട്ടില്ല. 29 സംസ്ഥാനം, 4 രാജ്യം താണ്ടി 1 വർഷവും 2 മാസവും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ, എന്റെ വീട്ടിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, നിന്നെ ഞാൻ അടുത്ത രാജ്യങ്ങളിലേക്ക് അയക്കാം. ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിൽ പോകാൻ കഴിവില്ലാതിരുന്ന ഞാൻ പല ദൈവദാസന്മാരെ ഓട്ടിച്ചിട്ട് അടിച്ച് തകർത്ത് മുടിച്ച് കുടുംബത്തെ എല്ലാം അസമാധാനം ഉണ്ടാക്കി എന്നെ ദൈവം പിടിച്ചെടുത്തു. ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനെ പിടിച്ചതുപോലെ ദൈവം എന്നെ പിടിച്ചു. ആ ദൈവം എന്നെ പിടിച്ച് എന്റെ പേര് മാറ്റി, എന്റെ രൂപം മാറ്റി, എന്റെ സ്വഭാവം മാറ്റി, എന്റെ പന്നിയുടെ ഹൃദയത്തെ എടുത്തു മാറ്റിയിട്ട് എന്റെ അകത്ത് ആടിന്റെ ഹൃദയം വെച്ച് ഗുണ്ടയായിരുന്ന ഒരു നിഷ്ഠൂരനായിരുന്ന ഒരു ക്രൂരനായിരുന്ന ഇന്ന് ഞാൻ ഒരു അടിയെന്ന് കേൾക്കുമ്പോൾ ഓടി മറിയും. കാരണം എന്താണെന്നറിയാമോ? എന്റെ അകത്ത് ദൈവസ്നേഹം വന്നു, എന്റെ അകത്ത് ദൈവഭയം വന്നു, എന്റെ അകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം വന്നു. ഞാൻ വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നിന്നെ ഞാൻ അനേകം രാജ്യങ്ങളിൽ അയക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം ഇതേ സമയം ഞാൻ ആയിരിക്കുന്ന എവിടെയെന്നറിയാമോ? റോമിലെ വത്തിക്കാൻ സിറ്റിയിലായിരുന്നു. ഇതേ സമയം ഞാൻ വത്തിക്കാൻ സിറ്റിയിലാണ്. ഏകദേശം യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലെ 10 രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ, ഫ്രാൻസ്, ബെൽജിയം, ലക്സംബർഗ്, ഹല്ലേലൂയ, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ്, അതുപോലെ ബ്രസീൽ, ബെൽജിയം, അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഇടയാക്കി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പല വിധത്തിലുള്ള 1000, 2000, 3000 കേറുന്ന സഭകൾ അടഞ്ഞു കിടക്കുന്നത് കാണുവാൻ ഇടയായി. അവിടെ എല്ലാ മദ്യശാലകളും, കാസിനോകളും, ബാറുകളും, വ്യഭിചാരശാലകളും കാണുവാൻ ഇടയായി തീർന്നു. എന്റെ ഹൃദയം തകർന്നു പോയി. എന്നെ വിളിച്ച ദൈവമേ, എന്നെ വേർതിരിച്ച ദൈവമേ, ഇവരെ രക്ഷിക്കണമേ. ഈ ലോകത്തിന്റെ അവസ്ഥ വളരെ ഭയാനകമായിരിക്കുന്നു. എന്റെ യേശുവിന്റെ വരവായി അടുത്തിരിക്കുന്നു. ആർക്കും വേണ്ടാതെ പുറം പറമ്പിൽ കിടന്ന 6 കൽപാത്രങ്ങൾ അകത്ത് കയറിയതുപോലെ ആർക്കും വേണ്ടാതെ കിടന്ന ഒരുവനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അവന്റെ പേര് മാറ്റി, അനിൽ കുമാർ എന്നുള്ള പേര് മാറ്റിയിട്ട് അനിൽ ബെന്നീസ് എന്നാക്കി. ഞാൻ ഒരിക്കലും പാസ്റ്റർ എന്നുള്ള പേര് ഞാൻ ഇട്ടതല്ല. എന്നെ ബ്രദർ എന്ന് വിളിക്കാറുണ്ട്, പാസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്. ഏകദേശം 300-ലധികം പേരെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗമിടയാക്കി. BSNൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം 175 പേരെ സ്നാനപ്പെടുത്തി. ഇന്ന് ഏകദേശം 300-ലധികം പേരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഈ കരങ്ങളെ ഉയർത്തി. അനേകായിരം കുടുംബങ്ങൾക്ക് ഈ കരം ഒരു ആശ്വാസമായി മാറി. ആരുടെയും കുറ്റം പറയാതെയും ആരുടെയും കുറവ് പറയാതെയും കർക്കശമായി എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അതിനെ പരസ്യമായി തന്നെ പറയുകയും അവരോട് ഞാൻ പറയും, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ ക്വാളിറ്റിയിൽ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. ആ യേശുവിന്റെ ക്വാളിറ്റി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മുടെ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റ കൊടുക്കരുത്. നമ്മുടെ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവകാശമാക്കി മാറ്റരുത്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം. ഏവിയ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം പറയുന്ന പോലെ, ഞാൻ വിശ്വസ്തനായിരിക്കാൻ നിങ്ങളും വിശ്വസ്തനായിരിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിന്റെ അടുക്കൽ എത്തുകയില്ല. ആ വിശുദ്ധിയും ആ വേർപാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആർക്കും വേണ്ടാതെ കിടന്ന ഒരു കുടുംബം. എന്റെ ചരിത്രം മുഴുവൻ നിങ്ങൾ കേട്ടതാണ്. ഇതിൽ പകുതി കേട്ടവർ കാണും, മുഴുവൻ കേട്ടവർ കാണും, ഫസ്റ്റ് ഹാഫ് കേട്ടവർ കാണും. പക്ഷെ ഒരു കാര്യം,
എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. എന്റെ ജീവിതത്തിൽ ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ, വിശ്വസ്തയോടെ നിൽക്കുവാൻ, നല്ല ഗ്രഹവിചാരകനായി നിൽക്കുവാൻ, വിശ്വസ്തനായി നിൽക്കുവാൻ. മോശയെ നോക്കി സ്വർഗം പറഞ്ഞതുപോലെ അവൻ ഏറ്റവും അതിസൗമ്യനാണ്, അവൻ ഏറ്റവും വിശ്വസ്തനാണ്. സ്വർഗം പറഞ്ഞ പദമാണ്. അവൻ എന്റെ മുമ്പിൽ അതിസൗമ്യനാണ്. മോശ അതിസൗമ്യനാണ്, അവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തത നമ്മുടെ അകത്ത് വെളിപ്പെടണം. വിശ്വാസികൾ അനേകം പേരുണ്ട്, പക്ഷെ വിശ്വസ്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. വിളിക്കപ്പെട്ടവർ അനേകം പേരുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ? ഇന്ന് എന്നെ കേൾക്കുന്നവർ ചിലപ്പോൾ യേശുവിനെ അറിഞ്ഞവർ കാണും, അറിയാത്തവർ കാണും. ഇതൊന്നും മറ്റൊരു വിധത്തിന് വേണ്ടിയല്ല പറയുന്നത്. എന്റെ ജീവിതത്തെ മാറ്റിയ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന എന്റെ ജീവിതത്തെ മാറ്റിയത് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. ഈ ലോകത്തിന്റെ രക്ഷകൻ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന് മാത്രമാണ്. ആ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്തെന്നേക്കും അനന്യം തന്നെ. എന്നെ വിടുവിച്ച അതേ വാക്യത്താൽ നിങ്ങളെ ദൈവം വിടുവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് ബി വിത്ത് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ, 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 ആമേൻ. സ്തോത്രം. സംഭവബഹുലമായ സങ്കീർണമായ ഒരു ജീവിതയാത്രയുടെ ഒരാകത്തുകയാണ് ഇപ്പോൾ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ജീവിതത്തിൽ ഒരു വ്യക്തി എന്ത് ആയിത്തീരണം, എങ്ങനെ ആയിത്തീരണം, എവിടെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എന്നാൽ ആ ഒരു വ്യക്തി ദൈവം ആഗ്രഹിക്കുന്ന ആ പ്രോപ്പർ സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പല ഇടങ്ങളിലൂടെ കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു ഭിത്തി കെട്ടുന്നതിന് ആവശ്യമായിരിക്കുന്ന കല്ല് അത് ഏതെങ്കിലും പാറയിലോ ഏതെങ്കിലും സ്ഥലത്തോ ദൂരെ ഇടങ്ങളിലോ ഒക്കെ മറ്റു പലതിനോട് ചേർന്നിരിക്കുന്ന ഒരനുഭവം ഒരു ഘട്ടത്തിൽ അതിനുണ്ട്. എന്നാൽ അതിൻ്റെ സമയമാകുമ്പോൾ അതിനെ അവിടെ നിന്ന് വെട്ടിയെടുത്ത് ഒരുക്കി ഷിഫ്റ്റ് ചെയ്ത് അതിനെ ആപ്റ്റായ സ്ഥാനത്ത് കൊണ്ടുവന്ന് അതിനെ വച്ച് അതിനെ ചേർത്ത് പണിത് അതിനെ മനോഹരമാക്കി ആ ഒരു ഭവനം അല്ലെ ആ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പോലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ ചില കാര്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ മാലിന്യത്തിന്റെ കൂമ്പാരത്തിൽ മറഞ്ഞു കിടന്നതായ അനിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ദൈവത്തിന് വേണ്ടി ദൈവം മുന്നമേ നിശ്ചയിച്ചതായതുകൊണ്ട് അതിൻ്റെ തക്ക സമയമായപ്പോൾ അവിടെ നിന്ന് അടർത്തി മാറ്റി ഒരുക്കിയെടുത്ത് കർത്താവിന് വേണ്ടി ആ സഭയുടെ ആമേൻ ഒരു കല്ലായി, ആമേൻ സഭയുടെ ഒരു ഭാഗമായി ഒരവയവവുമായി തീരത്തക്കവണ്ണം ദൈവം എടുത്ത് ചേർത്ത് വയ്ക്കുവാൻ, ആ ക്രിസ്തുവിന്റെ ശരീരത്തോട് ആ സഭയോട് ചേർത്ത് പണിയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശൗല് ദൈവത്തിന്റെ ദാസന്മാർക്ക് സഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചു. അവർക്കെതിരായി ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തു. അവർക്ക് കൊല്ലുന്നവർക്ക് കൂട്ടുനിൽക്കുവാൻ ഇടയായിത്തു. എന്നാൽ കർത്താവ് ശൗലിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ശൗലിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനിടയായി തീർന്നതുപോലെ കർത്താവിന്റെ ദാസൻ അനിലിനെ ദൈവത്തിന് ആവശ്യമായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവ് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പല സന്ദർഭങ്ങളിലായി ആമേൻ ദൈവത്തിന്റെ വചനം ദൈവദാസന്മാരുടെ കൈകളിൽ നിന്ന് പിടിച്ചു പറിച്ച് അത് തീക്കിരയാക്കി തീർന്നു. ദേഹോപദ്രവം ചെയ്തു, അവരെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ആമേന് സുവിശേഷ യോഗങ്ങൾ കലക്കി, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ചു, അതിന് കൂട്ടുനിന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായി ഉടമയായി ആ ഒരു നിലയിൽ ഒരു പാപജീവിതം നയിച്ചു. ആ ഒരു കൂട്ടുകെട്ടിൽ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ സർവകൃപാലുവായ ദൈവം, ആ ദയാലുവായ ദൈവം
ആ മനസ്സലിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ ആ ക്രൂശിലെ ആ ആ ആഴമേറിയ സ്നേഹം പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവിന് കൃപ തോന്നി. യോശുവ പറയുന്നത് പോലെ ഇന്ന് പറയുവാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. വാത്സല്യ കുടുംബത്തെ ഓർത്തിന്ന് ഞാൻ അഭിമാനം കൊള്ളുന്നു. ആമേൻ. ലക്ഷക്കണക്കിന് രൂപ സാലറി ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് രൂപ മദ്യത്തിന് ചെലവഴിച്ചു, ഒരുപാട് പാപപ്രവൃത്തികൾക്ക് ഈ ലോകത്തിന്റെ മാലിന്യത്തിലൂടെ കൂട്ടുനിന്ന് അതിലേക്ക് വലിച്ചഴക്കപ്പെട്ടു. എന്നാൽ ഇന്ന് അനേകർക്ക് ആശ്വാസമായി തീരത്തക്കവണ്ണം, അനേകർക്ക് കൈത്താങ്ങൾ കൊടുക്കത്തക്കവണ്ണം ആമേൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അനിലിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്റെ ഈ ജീവിത സാക്ഷ്യം, അനുഭവങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ, ഒരുപാട് പേരെ മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, പാപത്തിൽ നിന്നും, ആമേൻ ആ പാരമ്പര്യത്തിൽ നിന്നും സത്യത്തിലേക്ക് വഴി നടത്തുവാൻ പര്യാപ്തമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഒരായുസ് അത് വേഗത്തിൽ പൊലിഞ്ഞു പോകുവാനല്ല, പകരം ആമേൻ അത് കത്തി ശോഭിച്ച് അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുവാൻ, കരം പിടിച്ച് നടത്തുവാൻ, കർത്താവിലേക്ക് ആനയിക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇതിൻ്റെ ഓരോ ഭാഗവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ചില ഭാഗങ്ങളാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് പറ്റിയ തെറ്റ്, നമ്മുടെ പാപം, നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരുത്തുവാൻ, കുറവുകളെ ഒക്കെ നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ക്രമീകരണത്തിലേക്ക് വരുവാൻ നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ ധന്യരായി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ജീവിതം എപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ മറ്റുള്ളവരും അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതം യേശുവിനാൽ, യേശുവിന്റെ സ്നേഹത്താൽ, വചനത്താൽ നമ്മൾ കേട്ടു കഴിഞ്ഞു. 45 പ്രാവശ്യം ഇതിനോടകം വേദപുസ്തകം വായിച്ച് പഠിച്ച് ആമേനെ അത് മനസ്സിലാക്കുവാൻ തക്കവഴിയായി തീർന്നു. പലപ്പോഴും വേദപുസ്തകം തീക്കിരയാക്കിയെങ്കിൽ ഇന്ന് ആ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സുവിശേഷത്തിന്റെ തീനാളത്തെ ഇന്ന് പടർത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മിൽ ആ ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങി വരട്ടെ, ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ ബിസിനസ്സില്, ഓഫീസില്, വാഹനത്തില്, യാത്രയില്, അടുക്കളയില്, ജോലിസ്ഥലത്ത്, ഹോസ്പിറ്റലില്, കമ്പനിയില് ഒക്കെ ആയിരിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ കേൾക്കുന്ന ഇടത്ത്, കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ എൻ്റെ ജീവിതം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയത്തില്ലായിരിക്കാം. സ്വാതന്ത്ര്യത്തോടുകൂടി കർത്താവിനെ അംഗീകരിക്കാൻ ഒരുപക്ഷെങ്കിൽ അനുവാദമുണ്ടായിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? കർത്താവെ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പറഞ്ഞു പോയ, ഞാൻ ചെയ്തു പോയ എൻ്റെ തെറ്റുകൾ, ആമേൻ, ഞാൻ ദൈവദാസന്മാർക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവസഭയ്ക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർക്കെതിരായി കല്ലുകളെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ നാവ് ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ പേന ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ സമയം ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലേക്ക് നിറഞ്ഞു വരട്ടെ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ അനിൽ ബെന്നീസ് അവറുകൾ ചുരുക്കം വാചകങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നതായി. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല നാഥനെ, ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും.
നിങ്ങൾ ഭൂലോകത്തൊക്കെയും ചെന്ന് എന്റെ സാക്ഷികളാകുവിൻ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച നല്ല നാഥനായ നസ്രത്തുകാരനായ യേശുവേ, അങ്ങ് ഏറ്റതുപോലത്തെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടക്കുന്ന വസ്തുവായി ഞങ്ങൾ മാറിയിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളെ ദൈവമേ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും എന്റെ അപ്പന്റെ കരം ചലിക്കേണ്ടതിനായി സ്തോത്രം. എവിടെ ഇരുന്ന് അവർ കേൾക്കുന്നുവോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര തകർന്നതായാലും ഉടഞ്ഞതായാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും, എന്റെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കൂടപ്പറപ്പുകളെ, അഭിഷിക്തന്മാരെ, ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ അന്ത്യനാളിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ചിട്ട് യേശുവെ തെറ്റിപ്പോയി, എവിടെയൊക്കെ ഞാൻ നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ട്. നിങ്ങളൊരു മദ്യപാനത്തിന് ഉടമയാണോ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ സമാധാനമില്ലയോ? ഇന്ന് രാത്രി ആ സമാധാനത്തിന് ദൈവം നിങ്ങളെ കാക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവിക അനുഗ്രഹത്താൽ നിറച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹം കൊടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. മഹത്വത്തിൽ നിറയ്ക്കണം. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം. എന്നെ വിടുവിച്ച ദൈവം, എന്നെ രക്ഷിച്ച ദൈവം, എന്നെ അപമാനത്തിൽ നിന്ന് മാന്യമാത്രമാക്കി മാറ്റിയ ദൈവം, എന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച ദൈവം, ഇവരെയും കാണേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളാണ് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി. കർത്താവിന്റെ ദാസൻ അനിൽ ബെന്നീസ് അവറുകൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഈ വിലപ്പെട്ട സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ, വിശാലതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരട്ടെ, അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തരൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com